അപ്പോൾ മക്കളെ, നമ്മുടെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ് നമ്മൾ എത്തിയേക്കുന്നത്. നമ്മളിപ്പോൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2017 നടന്ന ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ കെമിസ്ട്രി വിഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ വീഡിയോയിലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലും ഞാൻ പറയുന്ന പോലെ തന്നെ ഫുള്ള് എന്താണോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിരുന്ന് ഫുള്ള് കാണുക. കൃത്യമായിട്ട് എൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഉത്തരങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുക. ഇനി ഉത്തരങ്ങൾ കിട്ടുന്നതിന് വ്യക്തമായിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഞാൻ ആ ക്വസ്റ്റ്യനിൽ കൂടെ തന്നെ പറയുന്ന വേറെ ക്വസ്റ്റ്യൻസിൻ്റെ വേറെ ക്വസ്റ്റ്യൻസിൻ്റെ കൺസെപ്റ്റ്സും എല്ലാം നിങ്ങൾ എൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരുമിച്ചിരുന്ന് നമുക്ക് ലേൺ ചെയ്ത് സെറ്റാക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകല്ലേ. കൂടുതൽ ആർഭാടങ്ങളൊന്നും വേണ്ടല്ലോ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2017 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എന്താണ്? ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് നോക്കാമല്ലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കേസസ് വിൽ ദ ആൽഫ ഹൈഡ്രജൻ നോട്ട് ബി അബ്സ്ട്രാക്റ്റഡ് ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് വൺ ഇക്വലന്റ് ഓഫ് ബേസ്? വൺ ഇക്വലന്റ് ഓഫ് ബേസ്. അപ്പോൾ ആ ബേസ് എന്താണ് ചെയ്യുന്നത്? എന്താണ് പ്രോട്ടോണൈസേഷന് ബേസ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ എന്താണ് ആൽഫ ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്യാത്ത ഈ മോളിക്യൂളിൽ ഏതാണ്? എന്ത് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ വൺ ഇക്വലന്റ് ഓഫ് ബേസ് വെച്ച് ഇത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ബേസ് എന്തായാലും ഡീപ്രോട്ടോണൈസേഷൻ നടത്തും, ഒരു എച്ചിനെ റിമൂവ് ചെയ്യും. പക്ഷെ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യനെ നമ്മൾ വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ബ്രേക്ക് ചെയ്യുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവർ എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ആൽഫ ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യാത്തത്. എന്തായാലും ഡീപ്രോട്ടൈസേഷൻ നടക്കും ബേസ് ഉണ്ടെങ്കിൽ ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൽഫ ഹൈഡ്രജന് അവിടെ ഒരു പ്രസക്തി ഉണ്ട്. പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്നത് വൺ ഇക്വലന്റ് ഓഫ് ബേസ്. വൺ ഇക്വലന്റ് ഓഫ് ബേസ് എന്ന് പറഞ്ഞാൽ ഒരു ആൽഫ ഹൈഡ്രജനെ ആയിരിക്കും എടുത്തുകൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോ ഓപ്ഷൻ വെച്ചിട്ട് ഇത് നോക്കാം. ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ഓരോ മോളിക്യൂളിലെ നമുക്ക് ആൽഫ ഹൈഡ്രജൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടുത്തെ ഇത് സെൻട്രൽ ആയിട്ട്. അപ്പോൾ ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ആൽഫ ഹൈഡ്രജൻ നിൽക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ആൽഫ ഹൈഡ്രജൻ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു പൊസിഷൻസിലാണല്ലോ ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവാൻ സാധ്യത. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷൻ വൈസ് നമുക്ക് അങ്ങോട്ട് നീങ്ങാം. അപ്പോൾ ഓപ്ഷൻ വൈസ് നീങ്ങുമ്പോൾ ഉറപ്പായിട്ടും എന്താണ്, ഇവനെ പ്രോട്ടണൈസേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവനെ ബേസ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു ഇക്വലന്റ് ബേസ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവൻ ഉറപ്പായിട്ടും ഒരു ഇനോലേറ്റ് ഫോമിലെത്തും. എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടുന്ന് ഈ ആൽഫ ഹൈഡ്രജൻ പോയിട്ട് CH2 മൈനസ് ആവും. അതിൻ്റെ റെസൊണൻസിന്റെ സഹായത്തിൽ ഇവൻ ഒരു ഇനോലേറ്റ് ഫോർമേഷനിലോട്ട് പോകും. അപ്പം ഇതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. ഇവൻ എന്തായാലും സക്സസ് ആവും. ആ ബേസ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ പ്രോട്ടണൈസേഷൻ ഡീപ്രോട്ടണൈസേഷൻ നടത്തിയിട്ട് ഇവൻ ഉറപ്പായിട്ടും ആൽഫ ഹൈഡ്രജൻ ഇത് ചെയ്യും. ഈ ക്വസ്റ്റ്യനിൽ ഈ ഒരു ഓപ്ഷനിൽ ഈ ഒരു വേ കറക്റ്റാണ്. അപ്പോൾ ഇവൻ എന്തായാലും ആൽഫ ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മുടെ ചോദ്യം എന്താ? നോട്ടെന്നും കൂടെ ചോദിച്ചിട്ടുണ്ടല്ലോ. ആൽഫ ഹൈഡ്രജൻ നോട്ട്. ഓക്കെ, അപ്പോൾ ഇല്ലാത്തതാണ് കണ്ടുപിടിക്കുക. ഇനി ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ഇത് പറയുമ്പോൾ ഈ ഒരു വേയിൽ എന്തായാലും നടക്കും. കാരണം ഇവിടെ രണ്ട് അപ്പോൾ ഇവിടെ രണ്ട് ആൽഫ ഹൈഡ്രജൻ ഉണ്ടല്ലോ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ആൽഫ ഹൈഡ്രജനെ എലിമിനേറ്റ് ചെയ്ത് നടക്കാൻ ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെയും സെയിം ഇനോലേറ്റ് ഫോർമേഷൻ രീതിയിൽ നടക്കാൻ നല്ല രീതിയിൽ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ അതിപ്പോൾ വരുമ്പോൾ രണ്ട് രീതിയിൽ നടക്കാം. എന്ന് പറഞ്ഞാൽ ഒരേ ആൽഫ ഹൈഡ്രജൻ തന്നെ, ഇതിലിപ്പോൾ ഏത് ആൽഫ ഹൈഡ്രജൻ പോയാലും സെയിം അല്ലല്ലേ. അപ്പോൾ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നടക്കാം. ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വന്നിട്ട് COOH എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് ചാർജ് പിന്നെ ഇവിടെ പോയിട്ട് ഇവിടെ ഇനോലേറ്റ് ഫോർമേഷൻ ഒക്കെ ഉണ്ടാക്കും. അതേപോലെ തന്നെ ഇതിന് അടുത്തൊരു പാത്വേയും കൂടെ ഉണ്ടല്ലോ മക്കളെ. കാരണം ഈ ഹൈഡ്രജനും പോവല്ലോ, ഇവിടെ കിടക്കുന്ന ഈ ഒരു ഹൈഡ്രജനും വേണമെങ്കിൽ പോയിട്ട് ഒരു ഇനോലേറ്റ് ഫോർമേഷൻ ഉണ്ടാക്കാമല്ലോ, അൺഇനോലേറ്റ് ഫോർമേഷൻ ഉണ്ടാക്കാമല്ലോ. ആൽഫ ഹൈഡ്രജൻ അല്ലാതെ പക്ഷെ ഇവിടെ ഒരു എച്ചും കൂടെ ഉള്ളതുകൊണ്ട് ഈ എച്ചിന് വേണമെങ്കിൽ പോകാമല്ലോ. ഈ ഒരു എച്ചിന് എന്ത് ചെയ്യാം? എലിമിനേഷൻ നടത്താം ബേസ് വെച്ച് ട്രീറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു എച്ച് ആണ് പോകുന്നതെങ്കിൽ ഇത് ഉണ്ടാകാൻ പോകുന്നത്
ഈ ഓ എച്ച് അങ്ങോട്ട് പോയിട്ട് ഈ ഓയുടെ അവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ അല്ലേ? ഈ ഓയുടെ അവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. കാരണം ഇവിടാണ് നമുക്കറിയാം ഈ മോളിക്കൂൾ എടുക്കും, ഇവിടെ ആണ് ആൽഫ ഹൈഡ്രജൻ ഉള്ളത്. ഇവിടെ 2 ആൽഫ ഹൈഡ്രജൻ ഉണ്ടല്ലോ. അപ്പൊ അതിൽ ഒരു ആൽഫ ഹൈഡ്രജനെ എലിമിനേറ്റ് ചെയ്തിട്ട് ഒരു ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞേക്കുന്നത്, കാരണം എന്താ 1 ഇക്വലന്റ് ഓഫ് ബേസ് ആണ്. അപ്പോൾ ഒരു ആൽഫ ഹൈഡ്രജനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഫോമിലേക്ക് വന്നിട്ട് ഇത് പിന്നെ ഇന്നോലേറ്റ് ഫോർമേഷനിലേക്കൊക്കെ ഉണ്ടാവാം. അപ്പൊ ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു. ഇനി ഇതേപോലെ തന്നെ ആൽഫ ഹൈഡ്രജൻ അല്ലാതെ ഈ മോളിക്കൂളിൽ ഒരു ഹൈഡ്രജൻ കിടക്കുന്നുണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ആ ഹൈഡ്രജൻ ബേസ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ ബേസ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആൽഫ ഹൈഡ്രജൻ അല്ലേ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആൽഫ ഹൈഡ്രജൻ തന്നെ പോകണമെന്നില്ല. അതാണല്ലോ നമ്മുടെ ചോദ്യം. അപ്പൊ ഈ ഒരു ഹൈഡ്രജൻ പോവാലോ, ഈ ഒരു ഹൈഡ്രജൻ പോയിട്ട് ഈ ഓക്സിജന്റെ അവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരാം. അപ്പോൾ ഈ ഓക്സിജൻ ആരാ? ഓക്സിജൻ എന്ന് പറഞ്ഞാൽ മോർ ഇലക്ട്രോനെഗറ്റീവ് അല്ലേ, മോർ ഇലക്ട്രോനെഗറ്റീവ് അല്ലേ. അതുകൊണ്ട് ഈ ഓക്സിജൻ മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട് ഈ ഓക്സിജന്റെ എടുത്തിരിക്കുന്ന എച്ച് ആയിരിക്കും ബേസ് ട്രീറ്റ് ചെയ്യുമ്പോൾ ആദ്യം പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ആൽഫ ഹൈഡ്രജനെ നമ്മൾ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഫർദർ ബേസ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും അത് ആൽഫ ഹൈഡ്രജനിലുള്ള ആൽഫ ഹൈഡ്രജൻ പോകാൻ സാധ്യതയുള്ളൂ, അബ്സ്ട്രാക്റ്റീവ്. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം? ഇങ്ങനെ ഒരു മോളിക്കൂള് ഇങ്ങനെ ഒരു മോളിക്കൂൾ എടുക്കുമ്പോൾ ഇവിടുത്തെ ഈ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ കാർബോക്സിൽ ഗ്രൂപ്പിലെ ഓയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എച്ച് പോകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. കാരണം എന്താ? ഓ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിന്റെ അടുത്ത് ഒരു നെഗറ്റീവ് ചാർജ് വരുമ്പോൾ ആ ഓക്സിജനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആയിരിക്കും പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യത. അതുകൊണ്ട് നമുക്ക് ഓപ്ഷനിലേക്ക് വളരെ എളുപ്പം എത്താലോ. ഇവനാണ് ആൽഫ ഹൈഡ്രജൻ പോകാതെ, ആൽഫ ഹൈഡ്രജനുള്ള പൊസിഷനിൽ പോകാത്തത് ഇവനാണ് പോകാത്തതെന്ന് പറയാലോ. ഇതും ഇതേപോലെ തന്നെ ബാക്കി 3 സിയും ഡിയും നിങ്ങൾക്ക് നോക്കാവുന്നുള്ളൂ. സിയും ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ്. കാരണം ഇത് രണ്ടിന്റെ ഇടയ്ക്കാണ്ട് ഈ ഒരു ഇതാണ് ആദ്യം പോകുന്നത്, മേജറായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ പോയിട്ട് ഇവിടെ ഇന്നലേറ്റ് അയോൺ ഫോർമേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ആൽഫ ഹൈഡ്രജൻ പോവാത്തത് ഈ ഒരു ബി ഓപ്ഷനിലാണ് നമുക്ക് പറയാം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരവ് നമുക്ക് എഴുതുള്ളൂ. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നല്ലോ മക്കളെ. കാരണം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു നെഗറ്റീവ് ചാർജ് വരുന്നതുകൊണ്ട് ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ടും അവിടെ ഉള്ള ആ ഓക്സിജനോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആണ് പോകുന്നത്, മറിച്ച് ആൽഫ ഹൈഡ്രജൻ പോകില്ല എന്ന കാരണം എൻ്റെ മക്കൾ മനസ്സിൽ വെച്ചോണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോലോ. അടുത്ത ക്വസ്റ്റ്യനും ഒരു ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ചോദ്യമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ഓർഡർ ഓഫ് ഡിക്രീസിങ് ബേസിസിറ്റി. ഈ 4 ഇതിനെ ഓർഡർ ഓഫ് ബേസിസിറ്റിയുടെ പുറത്ത് നമ്മൾക്ക് ഇത് ചെയ്ത് എഴുതണം. ഓക്കെ അല്ലേ? ബേസിസിറ്റിയുടെ പുറത്ത് എഴുതാലോ. അതിനെന്താ? ബേസിസിറ്റിയുടെ പുറത്ത് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലോൺ പേയേഴ്സ് എന്ന് പറഞ്ഞാൽ ലോൺ പേയേഴ്സ് കൂടുതലാണെങ്കിൽ അവിടെ ബേസിസിറ്റി കൂടും. നിങ്ങൾ പെട്ടിയിലാക്കുക. നമ്പർ ഓഫ് ലോൺ പേയേഴ്സ് കൂടുതലാണോ അവിടെ ബേസിസിറ്റി കൂടുകടാ. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഇവിടുത്തെ ഓരോരുത്തരുടെ ലോൺ പേർ നോക്കും. ഇവിടെ നൈട്രജൻ ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 1, 4 അല്ല വരുന്നത്. കാരണം എന്താ? അവിടെ 2 ലോൺ പേയേഴ്സേ ഉള്ളൂ. പക്ഷേ 2 ലോൺ പേഴ്സ് അല്ല, ഒരു ലോൺ പെയർ എന്ന് പറഞ്ഞാൽ 2 ലോൺ പെയർ ഇലക്ട്രോൺസേ ഉള്ളൂ. എവിടെ? 2, 4. പക്ഷെ 1, 3 നോക്കുമ്പോൾ 4 വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2, 4 വരുന്ന നമുക്ക് ഓപ്ഷൻസ് വെട്ടിക്കളയാലോ. 2, 4 വരുന്നത്, 2 വരുന്ന ഇത് വെട്ടിക്കളഞ്ഞു. ഇനി നമുക്ക് 1, 3 ആണ് ഏറ്റവും കൺഫ്യൂഷൻ അല്ലെ. 1, 3 ആണ് കൺഫ്യൂഷൻ. 1, 3 ഓക്കെ, 1, 3ന്റെ കൺഫ്യൂഷൻ നമുക്ക് കളഞ്ഞു തരാം. 1, 3ന്റെ കൺഫ്യൂഷൻ കളഞ്ഞു തരാം. അപ്പൊ 1, 3ന്റെ കൺഫ്യൂഷൻ കളയാനായിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കോൺജുഗേറ്റ് ആസിഡ് എഴുതണം. എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയമുള്ള കാര്യം 1, 3. കാരണം 2, 4 എന്തായാലും വരത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്താ? 2 ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഉള്ളൂ. 1, 3 4 ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ലോൺ പെയർസ് ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്തോറും ബേസിസിറ്റിയും കൂടുമെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് 1, 3 ഏതിലോ ആണ് ഏറ്റവും കൂടുതൽ ഹൈ ബേസിസിറ്റി. അതിന് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോൺജുഗേറ്റഡ് ആസിഡ് എഴുതുക. കോൺജുഗേറ്റ് ആസിഡ് എഴുതുക എന്ന് പറഞ്ഞാൽ H+ അഡീഷണൽ അല്ലേ മക്കളെ. അപ്പൊ ആദ്യത്തെ മോളിക്കൂളിന്റെ കോൺജുഗേറ്റ് ആസിഡ് എഴുതുമ്പോൾ അപ്പൊ ആദ്യത്തെ ഇതിന്റെ ആസിഡ് എഴുതുമ്പോൾ നൈട്രജന് ഇവിടെ വന്നിട്ട് ഇവിടെ NH ഇവിടെ ഇത്
ഇവിടെ എച്ച് പ്ലസ് ആഡ് ചെയ്യുമ്പോൾ നൈട്രജൻ ഉണ്ട്, ഇവിടെ ഉണ്ട് NH പ്ലസ്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ മോളിക്കൂൾ നമുക്ക് ഇതേപോലെ തന്നെ എഴുതാലോ. രണ്ടാമത്തെ മോളിക്കൂളിന്റെ മൂന്നാമത്തെ മോളിക്കൂൾ എങ്ങനെയാണ് വരുന്നത്? മൂന്നാമത്തെ മോളിക്കൂള് ഇവിടെ N വരുന്നു, ഇവിടെ NH വരുന്നു, ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ H പ്ലസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് കോൺജുഗേറ്റഡ് ആസിഡാണ്. കോൺജുഗേറ്റഡ് ആസിഡ് H പ്ലസിന്റെ അഡീഷൻ നോക്കുമ്പോൾ ഇവൻ വരുന്നത് ഇവിടെയാണ്. ഇവിടെ NH, ഇവിടെ H, ഇവിടെ ഇതാണല്ലോ ഇതിന്റെ കോൺജുഗേറ്റഡ് ആസിഡ്. ഈ ഒരു സാധനം നോക്കിക്കേ, ഇതിനകത്ത് ഈ ഒരു മോളിക്കൂള് ഇതിന്റെ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കോംപ്ലക്സിന്റെ കോൺജുഗേറ്റഡ് ആസിഡ് എഴുതുമ്പോൾ ഇതിങ്ങനല്ലേ വരുന്ന കോൺജുഗേറ്റഡ് ആസിഡ്. ഇത് കോൺജുഗേറ്റഡ് ആസിഡാണ്, കോൺജുഗേറ്റഡ് ആസിഡ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വരുമ്പോൾ ഈ രണ്ടെണ്ണത്തിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു മോളിക്കൂൾ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കോംപ്ലക്സിന്റെ കോൺജുഗേറ്റഡ് ആസിഡ് അരോമാറ്റിക് അല്ലേ എന്ന് പറഞ്ഞാൽ നോക്കുള്ളൂ. 6 പൈ ഇലക്ട്രോൺസ് ഇല്ലേ? 6 പൈ ഇലക്ട്രോൺ, 2 4 ഇവിടത്തെ ലോൺ പെയർ. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇവിടെ 2. അപ്പൊ ഇവിടെ 4 ലോൺ പെയർസ് ഇലക്ട്രോൺസ് അല്ലേ കാണത്തുള്ളൂ. പക്ഷെ അപ്പൊ ഇവിടെ 6 പൈ ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് ഇത് അരോമാറ്റിക് ആണെന്നുള്ള രീതിയിൽ വരും. കോൺജുഗേറ്റഡ് ആസിഡ് അരോമാറ്റിക് കാരണം കോൺജുഗേറ്റ് ഇതാകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസിക് നേച്ചറും അതിന്റെ കൂടത്തില്ലേ മക്കളെ? അതിന്റെ ബേസിക് നേച്ചറും കൂടത്തില്ലേ? എന്താണ് പറഞ്ഞത്? ആദ്യം മൂലം ഒന്നുകൂടെ പറയാം. ഈ നമ്മൾ നോക്കുമ്പോൾ ലോൺ പെയർ ഇലക്ട്രോൺസ് എന്തിനാണോ കൂടുതൽ അവനായിരിക്കും ബേസിസിറ്റി കൂടുതലെന്ന് നമുക്ക് ആ കൺസെപ്റ്റ് നമുക്കറിയാം. അങ്ങനെ നമ്മൾ 2 നല്ല എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പൊ ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് 1 ലും 3 ലും തത്തുല്യമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അതിന്റെ കോൺജുഗേറ്റ് ആസിഡ് എഴുതി നോക്കി. കോൺജുഗേറ്റ് ആസിഡ് എഴുതി നോക്കുമ്പോൾ എന്താണ്? കോൺജുഗേറ്റ് ആസിഡ് എഴുതി നോക്കുമ്പോൾ H പ്ലസ് അഡീഷൻ നടത്തി. അങ്ങനെ നോക്കുമ്പോൾ 1ന്റെ H പ്ലസ് അഡീഷൻ നടത്തി കഴിയുമ്പോൾ അതിന്റെ കോൺജുഗേറ്റഡ് ആസിഡ് ഇതായിട്ടും കിട്ടും. 3 എന്ന് പറഞ്ഞ കോംപ്ലക്സിനെ H പ്ലസ് അഡീഷൻ നടത്തുമ്പോൾ അതിന്റെ കോൺജുഗേറ്റഡ് ആസിഡ് ഇതായിട്ടും കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ മൂന്നാമത്തെ കോംപ്ലക്സിന്റെ കോൺജുഗേറ്റ് ആസിഡ് എഴുതി നോക്കുമ്പോൾ അതിനകത്ത് 6 പൈ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് അത് അരോമാറ്റിക് ആണെന്ന കൺക്ലൂഷനിൽ നമ്മൾ എത്തി. അങ്ങനെ ആകുമ്പോൾ അതിന്റെ ബേസിസിറ്റിയും കൂടുതലാണെന്ന് നമുക്കറിയാം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷനേ അങ്ങനെ ഉള്ളൂ. 3ന്റെ ബേസിസിറ്റിയാണ് 1നേക്കാൾ കൂടുതൽ. അത് കഴിഞ്ഞ് 4, അത് കഴിഞ്ഞ് 2. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ് ഉത്തരവേ ഉള്ളൂ. ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ്. സെറ്റ് അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ ഒന്നുകൂടി ക്വസ്റ്റ്യൻ ബാക്ക് അടിച്ച് കാണുക. വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ചാടി പോയി ചെയ്യാലോ. അടുത്ത ചോദ്യം ഇതൊരു നല്ല ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഒരു മിസ്റ്റേക്സ് വരില്ല. കാരണം ഈ കുട്ടികൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇപ്പൊ നമുക്ക് ഇത് അറിയാമെങ്കിൽ ഇങ്ങനൊരു ഈ ഒരു പാർട്ടി പറയാമെങ്കിൽ ഈ അറിയാം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്കുള്ളതുകൊണ്ട് നിങ്ങൾ ഇതിലൊരു തെറ്റ് വരുത്തിക്കും. അല്ലെങ്കിൽ ഇത് കാണാതെ പോയിട്ട് എക്സ് അങ്ങ് എടുത്തെഴുതും. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ അത് ധൃതി ഒന്നും വേണ്ട. നമുക്ക് ഞാൻ ഒരുപാട് സമയം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല എക്സാം എഴുതാൻ. പക്ഷെ ധൃതി ഒന്ന് ആലോചിക്കും. നിങ്ങളൊരു മിസ്റ്റേക്ക് വരുത്തി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മനസ്സിലായി കഴിഞ്ഞാൽ ആ ക്വസ്റ്റിന് വേണ്ടി പിന്നെ നിങ്ങൾ ഒരു സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട വരത്തില്ലേ? എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? ഒരു തവണ നോക്കുമ്പോൾ വെടുപ്പിന് നോക്കുക, പിന്നെ നമ്മൾ സമയം കളയേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ചെയ്യേണ്ട. അതുകൊണ്ട് ഒരു തവണ നോക്കുമ്പോൾ കിണ്ണനായിട്ട് സെറ്റായിട്ട് നോക്കും. പിന്നെ നമുക്ക് ഇതൊന്നും വരുത്തണ്ട. പിന്നെ ഒരു വരവിന് വന്ന് നോക്കുക ആവശ്യമില്ല. ഒരെണ്ണം ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ 100% കറക്റ്റാണ്, 100% ബോധ്യത്തോടെ എഴുതും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ചെയ്യുന്ന ക്രിസ്പർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന 12 മോക്ക് ടെസ്റ്റുകളും അങ്ങനെയൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് സൂപ്പറായിട്ട് നിങ്ങളുടെ തലയിലോട്ട് കയറുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഇതുണ്ടാകും. കാരണം നമ്മൾ പരീക്ഷ എഴുതുന്ന പോലെ തന്നെയാണല്ലോ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇത് ചെയ്യുക. അങ്ങനെയുള്ളൊരു ട്രിക്കിയെന്നൊന്നും പറയാനില്ല, നിങ്ങളുടെ അശ്രദ്ധ കാരണം തെറ്റാവുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, നമുക്ക് കൂടുതൽ ഇതില്ലാതെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ സീക്വൻസിലെ എക്സും വൈയും എഴുതാനാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇത് എഴുതാം. ഇതാണ് നമ്മുടെ റിയാക്റ്റന്റ് C6H5 എന്ന് പറഞ്ഞാൽ എന്താ? ഫിനൈൽ റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഈ ഒരു സാധനം വെച്ച് റിയാക്ട് ചെയ്യാൻ പറയുമ്പോൾ ഈ ഓക്സിജൻ ലോൺ പെയറല്ലേ,
ആ ഓക്സിജന്റെ ലോൺ പെയർ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. കാരണം ഫിനൈൽ റിംഗ് അത്രയ്ക്ക് ഇതായതുകൊണ്ട് അങ്ങനെ ഒരു ഇനോലേറ്റ് ഫോർമേഷൻ ഉണ്ടായിട്ട് ആസ് എ റിസൾട്ട് ഇതിന്റെ എന്താണ് ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ഏതാ ഉണ്ടാവുന്നത്? പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ക്വസ്റ്റ്യനിൽ ഉള്ള പോലെ തന്നെ ഇത് ഇങ്ങനല്ലേ വരുന്നത്. ഇവിടെ C6H5 ഉണ്ട്. C6H5 ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഈ തന്നിരിക്കുന്ന ഈ റിയാക്ടന്റിലുള്ള ലോൺ പോക്സിനോട് ചേർന്നിരിക്കുന്ന ലോൺ പെയർ ഈ ഫിനൈൽ റിങ്ങിന്റെ അവിടെ പോയി അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഇനോലേറ്റ് ഫോർമേഷൻ ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. ഇനി കഴിഞ്ഞു ഇല്ല, ഈ ഒരു ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഓപ്ഷനിൽ പോയി മാർക്ക് ചെയ്യില്ല. ഇന്ന് LAH കൂടെ ആയിട്ട് നമ്മൾ റിയാക്ടന്റ് ചെയ്യണം. LAH എന്ന് പറഞ്ഞാൽ എന്താ? LAH എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു റെഡ്യൂസിങ് ഏജന്റ് ആണ് അല്ലേ? റെഡ്യൂസിങ് ഏജന്റ് അല്ലേ? അപ്പോൾ ഇതിനെ റെഡ്യൂസിങ് LAH വെച്ച് റെഡ്യൂസ്. LAH എന്ന് പറഞ്ഞാൽ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് വാട്ടർ, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡും കൂടെ വാട്ടർ ചെയ്യുമ്പോൾ ഇത്രയും ഒരു ഭാഗം എന്താവും? ആൽക്കഹോളായിട്ട് മാറത്തില്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കാർബൺ അത് 1 2 കാർബൺ ഉള്ളതുകൊണ്ട് അത് എഥനോളായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ പ്രോഡക്റ്റ് നമുക്ക് എഴുതാലോ. പ്രോഡക്റ്റ് നമുക്ക് എഴുതാം C6H5 എന്ന് പറയുമ്പോൾ ഇവിടെ 1 2 ഓക്കെ വെച്ചു. ഇതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം റെഡ്യൂസ് ചെയ്യും, ഇങ്ങോട്ട് റെഡ്യൂസ് ചെയ്യും. കാരണം ഈ ഒരു റിങ്ങിനൊന്നും ഒരു വ്യത്യാസം വരത്തില്ല. ഈ ഒരു റിങ് അതുപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യും, ഇവിടെ അതേപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ഈ ഒരു മിഥോക്സി ഗ്രൂപ്പ് അടങ്ങിയിരിക്കുന്ന ഈ ഒരു സാധനം റെഡ്യൂസ് ചെയ്തിട്ട് ആൽക്കഹോളായിട്ട് മാറും. ഇവിടെ 2 കാർബൺ അത് എഥനോളായിട്ട് മാറും. ഇങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാ നമുക്കുള്ളത്? ഓപ്ഷൻ ബി അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എന്താണ് ആൽക്കഹോൾ ആണോ ഉണ്ടാവുന്നത്? അല്ലാതെ ആൽഡിഹൈഡ് അല്ല. ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു സാധനം വരുമ്പോൾ ഇവിടെ കറക്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇതിനകത്തെ പേരന്റ് റിംഗ് എന്ന് പറഞ്ഞേക്കുന്നത് കാണിച്ചേക്കുന്നത് തെറ്റാണ്. ഇവിടെ അങ്ങനെ നമുക്ക് ഓപ്ഷൻ ബി എന്ന് പറയുന്ന ഉത്തരത്തേക്ക് എളുപ്പത്താലും ഇതിനും വലിയ സമയമൊന്നും എടുക്കത്തില്ല. അപ്പൊ നമ്മൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞാണ് ഫിസിക്കൽ കെമിസ്ട്രി എന്നുള്ള ചോദ്യങ്ങളും ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ചോദ്യങ്ങളും സമയം എടുക്കുന്നു. ഈ ചോദ്യത്തിന് എത്ര സമയം എടുക്കും മക്കളെ? 1 മിനിറ്റ് താഴെയല്ലേ എടുക്കും. ക്വസ്റ്റ്യൻ വായിക്കാൻ ഒരു 5 സെക്കൻഡ് 5-8 സെക്കൻഡ് ഒരു 30 സെക്കൻഡ് അങ്ങേറ്റം 30-38 സെക്കൻഡ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മെക്കാനിസം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യണം. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇറങ്ങി അതങ്ങ് എഴുതി വെക്കുക. വലിയ രീതിയിലുള്ള മെക്കാനിസത്തിലേക്ക് നിങ്ങൾ പോകേണ്ടതിന് ആവശ്യമില്ലാതെ അങ്ങനെ നമ്മളോട് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സബ്ജക്റ്റീവ് എക്സാമിനേഷനേ അല്ല. അപ്പൊ അങ്ങനെ പോകേണ്ട ഒരാവശ്യമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതും ഒരു ഓർഗാനിക് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആണ്. ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻ ഐഡന്റിഫൈ ദ കാർബണൈൽ കോമ്പൗണ്ട് എക്സ് ദാറ്റ് ഷോസ് ഹൈയസ്റ്റ് റിയാക്ടിവിറ്റി. ഓക്കെ, ഇതൊരു അമീനാണ്. അമീനുമായിട്ട് ഒരു പ്രൈമറി അമീനാണ്, കാരണം NH2 ആണ്. ആ പ്രൈമറി അമീനുമായിട്ട് ഈ എക്സ് എന്ന് പറഞ്ഞ് ഏത് കോമ്പൗണ്ട് ചേരുമ്പോഴാണ് ഹൈയസ്റ്റ് റിയാക്ടിവിറ്റി ഓടെ നമുക്കൊരു ഇമെയിൻ കിട്ടുന്നത്. എന്താണ് ഇമെയിൻ എന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇമെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന കോമ്പൗണ്ട്സിനെയാണ് ഇമെയിൻ എന്ന് പറഞ്ഞത്. ഇമെയിൻ ഇവരെയാണല്ലോ, ഈ ഒരു ഗ്രൂപ്പിനെയാണല്ലോ നമുക്ക് ഇമെയിൻ എന്ന് വിളിക്കാൻ പറ്റുന്ന ഇവരെയാണല്ലോ. ഒരു മിനിറ്റ്, ഇവരെയാണല്ലോ നമുക്ക് ഇമെയിൻ എന്ന് വിളിക്കാൻ പറ്റുന്നത്. ഇവരാണല്ലോ ഇമെയിൻ അല്ലേ? ഇവരല്ലേ ഇമെയിൻ. ഓക്കെ, അപ്പോ നമ്മുടെ ചോദ്യം എന്താ? നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇമെയിൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനൊന്നും അല്ല നമ്മളോട് കണ്ടുപിടിക്കാൻ ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഈ 4 പേരിൽ ഒരാളാണ് ഈ എക്സ്. ആ എക്സിനകത്തെ ഹൈയസ്റ്റ് റിയാക്ടിവിറ്റി ക്വസ്റ്റ്യൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോലെയാണ് ഹൈയസ്റ്റ് റിയാക്ടിവിറ്റി. ഏതാണ് എക്സ് എന്ന് കണ്ടുപിടിച്ചാൽ പോരാ, ഹൈയസ്റ്റ് റിയാക്ടിവിറ്റി അതിനാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് ചെയ്ത് നോക്കാം. 1 by 1 ആയിട്ട് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ട്, ഇവിടെ ഡെൽറ്റ മൈനസ് അല്ലേ? അപ്പൊ ഇവിടെ ഈ ഒരു കാർബണിൽ ഡെൽറ്റ പ്ലസ് അല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നോക്കുക. ഡെൽറ്റ മൈനസ് ഡെൽറ്റ പ്ലസ് ഓക്കെ അല്ലേ? ഇനി എന്താണ് ഈ ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞാൽ മൈന്യൂട്ട് ആയിട്ടുള്ള ആ ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ Na+ഉം NaCl പറഞ്ഞ അത്രയും വലിയ ചെറിയൊരു ചാർജിനാണ് നമ്മൾ, ചെറിയൊരു ചാർജിനാണ് പറയുന്നത്. ആ Na+ കൂടിയാല് ഈ റിയാക്ടിവിറ്റി കൂടൂ. അപ്പൊ ഈ Na+നെ കൂട്ടാൻ സഹായിക്കുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആണ്.
അതേപോലെ തന്നെ ഈ ഡെൽറ്റ പ്ലസിനെ കുറയ്ക്കും ആര്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ്. എന്താണ് മക്കളെ പറഞ്ഞത്? ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ അപ്പൊ എന്താണ് പറഞ്ഞത്? ഡെൽറ്റ പ്ലസ് ആണ് ഉണ്ട്. ഡെൽറ്റ പ്ലസ് കൂടിയാൽ റിയാക്ടിവിറ്റി കൂടും. റിയാക്ടിവിറ്റി ഹയസ്റ്റ് നമ്മൾക്ക് ആ ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഈ ഡെൽറ്റ പ്ലസ് കൂട്ടുന്നത് ആരാ? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ പ്ലസ് കൂട്ടും. ഈ ഡെൽറ്റ പ്ലസ് കുറയ്ക്കുന്ന ആരാ? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. അപ്പോഴേ നമുക്ക് ഈ ഓപ്ഷനെ അങ്ങോട്ട് കളഞ്ഞേക്കാം. OCH വരുന്ന ഓപ്ഷൻ. പിന്നെ നമുക്ക് നോക്കുമ്പോൾ NO2 NC NO2. അപ്പൊ ഈ ഒരു ഗ്രൂപ്പില് ഈ 3 പേരും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അപ്പൊ ഇവന്മാരിൽ ഏതാണ് ഉത്തരവ് നോക്കണം. അപ്പൊ നമുക്കറിയാലോ ഇലക്ട്രോൺ വിഡ്രോയിങ്ങിന്റെ ഗ്രൂപ്പ്സിന്റെ ഓർഡർ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് NO2 ആണല്ലേ നല്ല ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്തിനേക്കാളും CN-നേക്കാളും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇനി നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു സാധനം ഇങ്ങനെ 2 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഇങ്ങനെ 2 ഓപ്ഷൻസിൽ നമ്മൾ എങ്ങനെ ആൻസർ ചൂസ് ചെയ്യുമ്പോൾ ഇത്രയും സെയിം ആണ്. ഇത്രയും കാര്യങ്ങൾ 2 മോളിക്യൂളും സെയിം ആണ്. എവിടെ മാത്രമാണ് വ്യത്യാസം? ഇവിടെ H ഉള്ളൂ, ഇവിടെ മീഥൈൽ ഗ്രൂപ്പാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ മീഥൈൽ നമ്മളിവിടെ CH3 ആണ്. CH3 അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ CH3ക്ക് ഐ എഫക്റ്റ് ഉള്ളതുകൊണ്ട് ഇവിടത്തെ ആ ഡെൽറ്റ പ്ലസിനെ വലുതായിട്ട് കൂട്ടാൻ പിന്നെ ശ്രമിക്കത്തില്ല. പക്ഷെ ഇവിടെ ഈ H പ്ലസ് ഉള്ളതുകൊണ്ട് ഇവിടത്തെ ഡെൽറ്റ പ്ലസ് പിന്നെയും കൂടും. ഡെൽറ്റ പ്ലസ് ഞാൻ വളരെ ഇതായിട്ട് പറയണേ, ഡെൽറ്റ പ്ലസ് ആവും. ഇത് ഡെൽറ്റ പ്ലസ് ആയിട്ട് തന്നെ നിൽക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരു യൂണിറ്റ് ആണെങ്കിൽ ഒരു യൂണിറ്റ് ആണ് ഇത്രയും ആ പേരന്റ് ആറ്റത്തിന്റെ ആ പേരന്റ് സ്ട്രക്ചറിന്റെ ഇത് റിയാക്ടിവിറ്റി ഇപ്പോൾ ഒരു യൂണിറ്റും ഇതും രണ്ടിടത്തും ആ പേരന്റ് ആറ്റത്തിന് ഒരു യൂണിറ്റ് ആണ്. ഈ CH3 ഉണ്ടെങ്കിൽ അത് ഒന്നായിട്ട് തന്നെ നിൽക്കും. പക്ഷെ ഈ കാരണം CH3 വരുന്നതുകൊണ്ട് പ്ലസ് ഐ എഫക്റ്റ് ആണ്. അതുകൊണ്ട് അത് ഒന്നായിട്ടോ അല്ലെങ്കിൽ ഒന്ന് കുറച്ച് താഴെയായിട്ടോ നിൽക്കും. പക്ഷെ ഇവിടെ H മാത്രമുണ്ട്. ആ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1.2 1.3 എന്നുള്ള രീതിയിലേക്കായിട്ട് അവിടുത്തെ ഡെൽറ്റ പ്ലസിന്റെ ഇനിഷ്യൽ വാല്യൂവിനൊക്കെ ആ H ഉള്ളതുകൊണ്ട് അതിന് കൂടും. ആ ഡെൽറ്റ പ്ലസ് കൂടും. ഇവിടുത്തെ ഡെൽറ്റ പ്ലസ് Hന്റെ പ്രസൻസ് കാരണം ഒരു ഡെൽറ്റ പ്ലസ് ആവുമെന്ന് നിങ്ങൾ രീതിയിൽ ഓർത്ത് വെക്കുക. അപ്പൊ ഹയസ്റ്റ് റിയാക്ടിവിറ്റി ഏതിനാണെന്ന് പറയാം? നമുക്ക് ബിക്കാണെന്ന് പറയാം. DA-ക്കാളും. കാരണം DNക്കകത്ത് മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തുകൊണ്ട് മീഥൈൽ ഗ്രൂപ്പിന് ഒരു ഐ എഫക്റ്റ് ഉള്ളതുകൊണ്ട് ആ മീഥൈൽ ഗ്രൂപ്പ് എന്തായാലും അതിന്റെ ഡെൽറ്റ പ്ലസിനെ ഫർദർ ആയിട്ട് കൂട്ടാനും കാര്യങ്ങളിലൊന്നും സഹായിക്കത്തില്ല എന്ന രീതി നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ മക്കളെ. വാ. നമ്മളെ മറ്റേ ഒരു കാണ്ഡം ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കുറച്ച് ഓർഗാനിക് കെമിസ്ട്രിയിലെ ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ഫിസിക്കലും ഇൻഓർഗാനിക്കലും ചോദ്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. മക്കളെ ഈ ഓർഗാനിക്കിന് ഇങ്ങനെ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓർഗാനിക് നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റത്തില്ല. ചിലതൊന്നും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇപ്പോൾ ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ ഞാൻ പറയുന്നത് പറഞ്ഞാൽ നല്ല പോലെ മെമ്മറൈസ് ചെയ്തു ഇത് തലയിൽ വെപ്പിച്ചു എന്തെങ്കിലും ട്രിക്കോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ മറ്റേ ട്രാൻസിഷൻ സീരീസ് പഠിക്കാൻ അതുപോലെ ഒരു ട്രിക്ക് പറഞ്ഞില്ലേ, സ്കൂൾ ടൈമിൽ വിക്രമാൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ട്രിക്കൊക്കെ വെച്ചിട്ട് പഠിക്കാം. ഓർഗാനിക് കെമിസ്ട്രി പറ്റില്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ ഓർഗാനിക് കെമിസ്ട്രി മനസ്സിലാക്കി തന്നെ പഠിക്കണം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിയിട്ടാൽ നമുക്ക് പണി പാടും. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതി. വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. നിങ്ങൾ അത്രയും പേടിച്ചൊന്നും ഇരിക്കല്ലേ മക്കളെ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? SnCl2 dissolves in a solution containing Cl minus ion to form SnCl3 minus. What would be the geometry of SnCl3 minus? ഓക്കെ, ഞാൻ നിങ്ങളെ ഒരു ട്രിക്ക് പഠിപ്പിക്കും. SnCl3 ജോമെട്രി കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഇതുപോലൊരു കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് ജോമെട്രി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് പറയാനായിട്ട് നിങ്ങൾ ഒരു ട്രിക്ക് പറയും. നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഉപയോഗിച്ച് ഏത് ഈ പ്രപഞ്ചത്തിലുള്ള അല്ലെങ്കിൽ ഈ ദുനിയാവിലുള്ള ഏത് മോളിക്യൂളും തന്നോട്ടെ നിങ്ങൾക്ക് ജോമെട്രി കണ്ടുപിടിക്കാം. ഞാൻ ട്രിക്ക് എന്ന് പറഞ്ഞാൽ V+M റൂൾ നിങ്ങൾ പഠിച്ചു. V+M റൂൾ മക്കളെ, ഇതിന് പല രീതിയിൽ ആൾക്കാർ അവർക്ക് ബട്ടർഫ്ലൈ മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ട്. ലോൺ പെയറും ബോൺ പെയറും ഒക്കെ കണ്ടുപിടിച്ചിട്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും എന്താണ് പറഞ്ഞത്, ഞാൻ പഠിച്ചിരുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു റൂളാണ് V+M റൂൾ. അപ്പൊ ഈ V+M റൂൾ എന്ന് പറഞ്ഞാൽ V എന്ന് പറഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺ ആണ്. ഈ M എന്ന് പറഞ്ഞാൽ മോണോവാലന്റ് എന്ന് പറഞ്ഞാൽ ഹാലജൻസ് പോലുള്ളവർ അല്ലെ, ഹാലജൻസ് OH- അങ്ങനെ വരുന്നവർ. അപ്പൊ V എന്ന് പറഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺ ആണ്. M എന്ന് പറഞ്ഞാൽ മോണോവാലന്റും ആണ്. ഇനി ഇത് എന്ന് പറഞ്ഞാൽ ഈ V+M റൂള് നമുക്ക് എന്താണ്
BF3 അല്ലെങ്കിൽ PCl5 അല്ലെങ്കിൽ എന്താണ് SF6 ഇങ്ങനെയുള്ള മോളിക്യൂൾസ് എടുക്കുകയും ഇങ്ങനെയുള്ള മോളിക്യൂൾസ് എന്താണ് ചാർജ് ലെസ് കോംപ്ലക്സ് അല്ലേ. ഇനി ചാർജ് ഉള്ള കോംപ്ലക്സിന് V+M റൂളിന് ഒരു ചെറിയ മോഡിഫിക്കേഷൻ നമ്മൾ കൊടുത്താൽ മതി. V+M മോഡിഫൈഡ് റൂള് V+M മോഡിഫൈഡ് റൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ചാർജ് ആ കോംപ്ലക്സിന്റെ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ അതിനെ പ്ലസ് ആക്കുക, അല്ലെങ്കിൽ അതിനെ എന്താണ് V+M റൂള് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഒരു കാര്യം കൂടെ, ഇത് എന്താണ് V+M റൂളിന്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പൊ V+M മോഡിഫൈഡ് റൂൾ എന്ന് പറഞ്ഞാൽ ഇത് ചാർജ്ലെസ് കോംപ്ലക്സിനാണ് ഈ ഒരു V+M റൂള്. V+M മോഡിഫൈഡ് റൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൈനസ് ചാർജ് കണ്ട അതിനെ പ്ലസ് ആക്കുക, പ്ലസ് ചാർജ് കണ്ട അതിനെ മൈനസ് ആക്കുക എന്ന് പറഞ്ഞാൽ മൈനസ് ചാർജിനെ പ്ലസ് ചാർജ് ആക്കുക, പ്ലസ് ചാർജിനെ മൈനസ് ആക്കുക. അപ്പൊ എന്താണ് V+M എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, V+M റൂൾ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ജോമെട്രി ഇസ് ഈക്വൽ ടു V+M/2. ഇനി അതായത് ചാർജ് ലെസ് കോംപ്ലക്സിന്, ഇനി ചാർജ് ഉള്ള കോംപ്ലക്സിനാണെങ്കിൽ ജോമെട്രി ഇസ് ഈക്വൽ ടു V+M/2. ഇപ്പൊ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അവിടെ പ്ലസ് എഴുതിയിട്ട്, ഇപ്പൊ ചാർജ് 1 ആണെങ്കിൽ 1 എന്ന് എഴുതിയിട്ട് എഴുതുക. ഇനിയിപ്പോ എന്താണ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിനെ പിടിച്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ V+M/- പ്ലസ് ഓർ മൈനസ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ പറയാണ് NO3+ എന്ന് പറയുമ്പോൾ അതിനകത്ത് നൈട്രജന്റെ വാലൻസ് എഴുതുക, ഇതിന്റെ മോണോവാലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എഴുതുക. മോണോവാലന്റ് ഇല്ലെങ്കിൽ അങ്ങനെ വിട്ടേക്കുക, മോണോവാലന്റ് ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ വിട്ടേക്കുക. ഇപ്പൊ ഓക്സിജൻ മോണോവാലന്റ് അല്ല, അപ്പൊ എന്നിന്റെ വാലൻസ് ഇലക്ട്രോൺ മാത്രം എഴുതിയാൽ മതി. നിങ്ങൾ മോണോവാലന്റ് ഇല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ M എന്ന് പറഞ്ഞിട്ട് M 0 ആയിട്ട് എഴുതുക. ഇനി +3 ആണ്, പ്ലസ് ചാർജ് എന്താണ് ഓവറോൾ കോംപ്ലക്സിന്റെ +1 ആണ്, അതിനെ -1 എന്ന് വരും. ഇപ്പൊ 5 എന്ന് പറയുമ്പോൾ 5 - 1 5 - 1 എന്ന് പറയുമ്പോൾ പ്ലസ് അല്ലേ, 5 - 1 2/2 എന്ന് പറയുമ്പോൾ 1. പിന്നെ അവിടെ അത്രയാണ് നമ്മൾ വരുന്നതെന്നുള്ള രീതിയിൽ മനസ്സിലാക്കി നമുക്ക് ജോമെട്രി കണ്ടുപിടിക്കാന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് SnCl3 കണ്ടുപിടിക്കാം. ഓക്കെ, SnCl3 മൈനസ് SN എവിടുത്തെ കാർബൺ ഫാമിലി വരുന്ന ആളല്ലേ SN. അപ്പൊ ഇവന്റെ വാലൻസി എത്ര? വാലൻസി എന്ന് പറഞ്ഞാൽ ഇവന് 4 ആണ്. ഇതിന് മോണോവാലന്റ് ഉണ്ടല്ലോ 3 ക്ലോറിൻ മോണോവാലന്റ് അല്ലേ, അപ്പൊ അതിന് 4+3 മോണോവാലന്റ് എന്നെഴുതി. ചാർജ് -1 ഉൾട്ട ഇടുക, +1/2 എന്ന് പറയുമ്പോൾ 4+3 + 8/2 4 എന്ന് പറഞ്ഞാൽ 4 അറ്റോമിക് കാര്യങ്ങളുണ്ട്, 4 അറ്റോമിക് ഓർബിറ്റലുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താ? sp3 ഹൈബ്രിഡൈസേഷൻ ആണ് മനസ്സിലായി. sp3 ഹൈബ്രിഡൈസേഷൻ ആണ് നമുക്ക് മനസ്സിലായി. sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇനി ഇവനെ നോക്കുമ്പോൾ ഇതിനകത്ത് SnCl3- 3 ബോണ്ട് പെയർസും ഒരു ലോൺ പെയറും ഇല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഈ ഒരു V+M റൂൾ വെച്ചിട്ട് നമുക്ക് ഹൈബ്രിഡൈസേഷൻ കിട്ടി. ഹൈബ്രിഡൈസേഷൻ sp3 ആണ് മനസ്സിലായി, കാരണം 4 നമുക്ക് ഉത്തരം കിട്ടി എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമുക്ക് V+M/2 കിട്ടുന്ന അവസാനത്തെ സാധനം 5 എന്ന് പറയുമ്പോൾ അപ്പൊ അവന്റെ ഹൈബ്രിഡൈസേഷൻ sp3d. 4 ആണ് വരുന്നെങ്കിൽ sp3 ആണ്, 3 ആണ് വരുന്നെങ്കിൽ sp2 ആണ്, ഇനിയിപ്പോ 6 ആണ് വരുന്നെങ്കിൽ sp3d2 ആണ്. ഇങ്ങനെയാണല്ലോ എഴുതുന്നത്. നമുക്കറിയാലോ ഈ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല, മനസ്സിലായല്ലോ മക്കളെ. അപ്പൊ SnCl3- വരുമ്പോൾ അതിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ് കണ്ടുപിടിച്ച് നമ്മള്. അതിനകത്ത് പക്ഷെ 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും ഉണ്ട്. അപ്പൊ അതൊരു ഡിസ്റ്റോർട്ടഡ് സ്ട്രക്ചർ, സോറി മക്കളെ, അപ്പൊ അതൊരു ഡിസ്റ്റോർട്ടഡ് സ്ട്രക്ചർ ആണ്. ആ ഡിസ്റ്റോർട്ടഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇത് sp3 ആണെങ്കിൽ കറക്റ്റ് വരേണ്ടത് ടെട്രാഹൈഡ്രലല്ലേ വരണ്ടേ. പക്ഷെ SnCl3 ടെട്രാഹൈഡ്രലല്ല കാണിക്കണ്ടേ, ഡ്യൂ ടു പ്രസൻസ് ഓഫ് ലോൺ പെയർ കാരണം ആ ടെട്രാഹൈഡ്രലല്ല കാണിക്കുന്നത്. ഡിസ്റ്റോർട്ടഡ് സ്ട്രക്ചർ ആയിട്ടുള്ള എന്താണ് കാണിക്കുന്നത്? ട്രയഗണൽ പ്ലേനാർ ആണ് കാണിക്കുന്നത്. അതേതാ? ഓപ്ഷൻ ഒന്നല്ലേ ഉള്ളൂ. T ഷേപ്പ്ഡും അല്ല,
ഈ ട്രൈഗണൽ പെരിമിഡൽ എന്നൊക്കെ പറഞ്ഞാൽ sp3d ടെട്രഹൈഡ്രൽ ലോൺ പേസ് ഇല്ലായിരുന്നു. ഇവിടെ ലോൺ പേസ് ഉള്ളതുകൊണ്ട് അതെന്തായാലും ടെട്രഹൈഡ്രൽ ആവത്തില്ല, ടി ഷേപ്പ്ഡും അല്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം എന്ന് മനസ്സിലായല്ലോ. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. ഓക്കെ, നമ്മുടെ കെമിസ്ട്രി വിഭാഗത്തിലെ അടുത്ത ചോദ്യം സിമ്പിൾ ചോദ്യം, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ സിമ്പിൾ ചോദ്യം, വളരെ സിമ്പിൾ ചോദ്യം. ഹൗ മെനി നോട്ട്സ് ആർ there in antibonding molecular orbit formed by 2s atomic orbital? 2s atomic orbital എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് 2s എന്ന് പറയുന്ന സാധനം ഇതാണ്. ഇപ്പൊ 2s രണ്ടും കൂടെ ചേരുമ്പോൾ ബോണ്ടിങ് ഓർബിറ്റൽ ആകുമ്പോൾ ഇവിടെ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇവിടെ ഉണ്ട്. ബോണ്ടിങ് ഓർബിറ്റൽ ആകുമ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട്. ആസ് എ റിസൾട്ട് ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ളതുകൊണ്ട് ഇവിടെ നോഡ് ആബ്സെന്റ് ആയിരിക്കും. പക്ഷെ ഇത് മറിച്ച് ഒരു ആന്റി ബോണ്ടിങ് ഓർബിറ്റലാണ് ഇത് ഉണ്ടാക്കുന്നെങ്കിൽ ഇവൻ കുറച്ച് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കും. എന്താണ് ഇവിടെ 0 ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ് ഉണ്ടാകുന്നത്. ആ 0 ഇലക്ട്രോൺ ഡെൻസിറ്റി പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ, ആ ഒരു ഇലക്ട്രോൺ ഡെൻസിറ്റി അവിടെ കാണുന്ന അതെന്താണ് നോഡല്ലേ. അപ്പൊ 0 ഇലക്ട്രോൺ ഡെൻസിറ്റി ആയതുകൊണ്ട് ഇവിടെ ആന്റി ബോണ്ടിങ് ഓർബിറ്റൽ ആയതുകൊണ്ട് എന്താണ് ഇവിടെ നോഡിന്റെ പ്രസൻസ് കാണും. കാരണം എന്താ 0 ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ളതുകൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആന്റി ബോണ്ടിങ് ഒരു കൺസെപ്റ്റ് മനസ്സിലായി എന്തുകൊണ്ടാണ് ആന്റി ബോണ്ടിങ് ഓർബിറ്റിൽ നോഡ് കാണുന്നതും ഇവിടെ എന്തുകൊണ്ടാണ് നോഡ് ആബ്സെന്റ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട്. ആന്റി ബോണ്ടിങ് ഓർബിറ്റിൽ വരുമ്പോൾ അവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ നോഡിന്റെ പ്രസൻസും, ബോണ്ടിങ് ഓർബിറ്റിൽ വരുമ്പോൾ അവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ളതുകൊണ്ടാണ് അവിടെ നോഡിന്റെ ആബ്സെൻസ് വരുന്നതെന്ന് എൻ്റെ മക്കൾ ആലോചിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നോഡിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയാലോ. നോടെന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ നമ്പർ നോടെന്ന് ചോദിച്ചിരിക്കുന്നത്, ആംഗുലാർ നോഡോ റേഡിയൽ നോഡോ അല്ല ചോദിച്ചിരിക്കുന്നത്. നോടെന്ന് പറഞ്ഞാൽ എന്ത് ഇക്വേഷൻ n-1. n ഇവിടെ എത്ര 2 1 അല്ലേ ഉത്തരം. ഓപ്ഷൻ എ അല്ലേ ഉത്തരം. ഇനി ഇവർ മറിച്ച് ആംഗുലാർ നോഡാണ് ചോദിച്ചെങ്കിൽ നമുക്കറിയാം L ആണ്. ഇനി മറിച്ച് അവർ റേഡിയൽ നോഡായിരുന്നു ചോദിച്ചെങ്കിൽ n-L-1 ആണ്. ഇതിന്റെ രണ്ടിന്റെ സം ആണല്ലോ ടോട്ടൽ നോഡായ n-1 എന്ന് പറഞ്ഞാൽ n-1 ആംഗുലാർ നോഡ് പ്ലസ് റേഡിയൽ നോഡ് അല്ലെ ടോട്ടൽ നമ്പർ ഓഫ് നോഡ്. നോഡെന്ന് വെറുതെ ചോദിച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് നോഡ് അവർ ഉദ്ദേശിക്കുന്നു. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ മക്കളെ. ഹൗ മെനി നോട്ട്സ് ആർ there in antibonding molecular orbital in 2s orbital കഴിഞ്ഞല്ലോ. n-1 എന്ന് വെച്ചുമ്പോൾ ഡയറക്റ്റ് നമുക്ക് കിട്ടും. എങ്ങനെയാണ് ആന്റിബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ നോഡ് വരുന്നതെന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞല്ലോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഒരു ഓർഗാനിക് കെമിസ്ട്രിയിലെ ചോദ്യം തന്നെ വീണ്ടും വന്നിരിക്കുന്നത്. ഐഡന്റിഫൈ ദ മേജർ പ്രോഡക്റ്റ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് അറിയാമെന്ന് വെച്ചിട്ട് ഇത് കാണാതെ പോവല്ലേ. ഇവിടൊക്കെയാണ് കോർ ഏരിയ വരുന്നത്, ഈ ഒരു ഭാഗത്തൊക്കെ എത്തുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഇതിനെ നോക്കാമല്ലോ. ഇതിനകത്തെ ഇവിടെ എക്സ്, ഇവിടെ വൈ, ഇവിടെ ഇസഡ്. ഈ ഇസഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇസഡ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞിട്ടില്ല, നമുക്ക് ഈ ഒരു സാധനമാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 4 ഏതാണ് ഇതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് റിയാക്ഷൻ എൻ്റെ മക്കൾ എൻ്റെ കൂടെ തന്നെ എഴുതാം. CO, ഇത് ബെൻസീൻ അല്ലേ, ബെൻസീൻ ഇല്ല, ബെൻസീൻ അല്ല, വെറും എന്താണ് സൈക്ലോഹെക്സൈൻ ആണ്. സൈക്ലോഹെക്സൈൻ അതോട് C6H5. പക്ഷെ ഇവൻ ഒരു ഫിനൈൽ റിംഗ് ആണ്. നമ്മൾ അങ്ങനെ തന്നെ എഴുതിക്കോ. എന്തിനാ വെറുതെ എഴുതി കഷ്ടപ്പെടുന്നത്? അങ്ങനെ തന്നെ C6H5 എന്ന് തന്നെ എഴുതിക്കോ. CH3 CH2 MgMr. ഇവൻ എന്താണ്? ഗ്രിഗ്നാർഡ് റിയാജന്റ് അല്ലേ. ഗ്രിഗ്നാർഡ് റിയാജന്റ് H2 വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ ഒരു ഇനോലേറ്റ് ഫോർമേഷൻ ഉണ്ടാകും. ഇതിങ്ങനെ മുറിഞ്ഞിട്ട് ഇവൻ ഈ കാർബണിൽ വന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ ഇവൻ വന്നിട്ട് CH2 CH3യും ഇവിടെ C6H5ഉം ഇവിടെ O- ഉണ്ടാകും. പക്ഷെ വാട്ടർ അഡീഷൻ ഉള്ളതുകൊണ്ട് ഒരു H+ കിട്ടിയിട്ട് ഇവൻ എന്തായിട്ട് മാറും? ഇവിടെ ഇവൻ OH ആയിട്ട് മാറി ഇവിടെ CH2 CH3 ആവും, ഇവിടെ C6H5 ആവും അല്ലേ. ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്താണ്? H2SO4ന്റെ പേരിൽ ഇവനെ ട്രീറ്റ് ചെയ്യും.
H2SO4 വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാക്കാം H2SO4 സൾഫ്യൂരിക് ആസിഡിന്റെ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അതെന്താണ് ഡബിൾ ബോണ്ട് ഫോർമേഷൻ ആണ് ഉണ്ടാക്കുന്നത്. ഇനി എവിടെയാണ് ഡബിൾ ബോണ്ട് ഫോർമേഷൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വാട്ടർ എലിമിനേഷൻ നടക്കും. വാട്ടർ എലിമിനേഷൻ നടന്നിട്ട് ഇവിടെ വാട്ടർ എലിമിനേഷൻ നടന്നിട്ട് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാകും. ഇവിടെ C6H5 എന്ന് എഴുതാം. ഈ ഇവിടുത്തെ ഹൈഡ്രജൻ ഇങ്ങോട്ട് വന്ന് വീണിട്ട് അവിടെ ഇങ്ങനെ സാധനം ഉണ്ടാകും C6H5. എന്നിട്ട് ഡബിൾ ബോണ്ട് ഉണ്ടാക്കുന്നത് ഇവിടെ, ഡബിൾ ബോണ്ട് ഉണ്ടാകുന്നത് ഇവിടെ. ഇനി അതിനെ എന്താണ് പറഞ്ഞത് O3ZnCH2O ZnCH2O. ഇതെന്താണ് O3 എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഓസോണോലിസിസ് ആണ്. ഞാൻ അതൊന്നുകൂടെ ഈ പ്രോഡക്റ്റ് ഇവിടെ ഒന്ന് എഴുതാം മക്കളെ. C6H5 O3ZnH2 എന്ന് പറഞ്ഞാൽ ഇതെന്താണ് ഓസോണോലിസിസ് അല്ലേ. എന്താണ് മക്കളെ നമ്മൾ ആദ്യം ചെയ്തേ, ഇവിടെ നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജന്റ് വെച്ച് ട്രീറ്റ് ചെയ്തു. ഗ്രിഗ്നാർഡ് റിയേജന്റ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇവൻ O- ഫോം ചെയ്തിട്ട് ഇങ്ങനെ പോയിട്ട് ഇവൻ ഇവിടെ വന്നിരുന്നു. ഇവിടെ ഒരു O- ക്രിയേറ്റ് ചെയ്ത് CH2CH3 ആ മോളിക്കൂൾ സബ്സ്റ്റിറ്റ്യൂട്ടും ചെയ്തു. ഇനി വാട്ടർ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ആ വാട്ടറിൽ നിന്ന് ഒരു H+ കിട്ടുകൊണ്ട് ഈ O- അവിടെ ഈ H പോയി അറ്റാച്ച് ചെയ്തിട്ട് അവിടെ OH ഉണ്ടാകുന്നു. ഇനി നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന H2SO4 ഉണ്ട്. ഇതിനകത്ത് ഓരോ റിയേജന്റിന് റോൾ ഉണ്ടെന്ന്. CH3 MJBR റോൾ ഉണ്ട്, H2 റോൾ ഉണ്ട്. ഇതിനൊക്കെ അതിന്റെ റോള് സ്പെസിഫിക് ആയിട്ട് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ കുറെ സമയം കളയും, നിങ്ങൾക്ക് ചെയ്യാനും പറ്റത്തില്ല, തെറ്റിയും പോകും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് കൺസെപ്റ്റ്സ് അറിയുമെങ്കിൽ നിങ്ങൾക്ക് പടയും ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചാടിപ്പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ H2SO4 ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോർമേഷൻ ഉണ്ടാകും. എവിടാണ് ഡബിൾ ബോണ്ട്? ചിലവർക്ക് വിചാരിക്കും ഇവിടാണോ ഡബിൾ ബോണ്ട് ഫോർമേഷൻ എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് എന്താണ് എവിടൊക്കെയാണ് ഡബിൾ ബോണ്ട് ഫോർമേഷൻ എന്ന് പറയുന്ന രീതിയിലൊരു സംശയം വരും. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു H2SO4 ആഡ് ചെയ്യുമ്പോൾ ഒരു വാട്ടർ എലിമിനേഷൻ നടത്തുമ്പോൾ ഇവിടാണ് നെഗറ്റീവ് ചാർജ് വരുന്നത്. ആ നെഗറ്റീവ് ചാർജിനെ ഇത് ചെയ്യാനായിട്ട് ഇവിടെ ആ C എന്ന് പറഞ്ഞാൽ ഈ കാർബണിനകത്ത് ഇവിടെ ഒരു ഹൈഡ്രജൻ കൂടുതൽ, ആ ഹൈഡ്രജൻ ഇങ്ങോട്ട് ചാടിയിട്ട് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോർമേഷൻ ഉണ്ടാക്കും. അതിനെ പിന്നെ O3 വാട്ടറിന്റെ അഡീഷനിലൊക്കെ ചെയ്യുമ്പോൾ ഓസോണോലിസിസ് ആണ് നടക്കുന്നത്. ഓസോണോലിസിസ് നടത്തി കഴിയുമ്പോൾ അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കത്തില്ലടാ, ഇങ്ങനെ ഇരിക്കത്തില്ലേ? ഇരിക്കത്തില്ലേ? ഇങ്ങനെ ഇരിക്കത്തില്ലേ? അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ഓസോണോലിസിസ് നടത്തി കഴിയുമ്പോൾ എന്താണ് പറയുന്നത്, കീറ്റോണായിട്ട് മാറുമല്ലോ. അങ്ങനെ വരുന്ന ഒരു ഓപ്ഷന്, അങ്ങനെ വരുന്നൊരു നമ്മുടെ സി ഓപ്ഷൻ അല്ലേ അങ്ങനെ വരുന്ന മക്കളെ. എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ ഒരു മോളിക്കൂൾ ഡബിൾ ബോണ്ട് ഫോർമേഷൻ H2SO4 പ്രസൻസ് നമ്മൾ ഉണ്ടായി കഴിഞ്ഞു. അവിടെ O3 വെച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഓസോണോലിസിസ് സംഭവിച്ചിട്ട് ഇവിടാണ് മുറിയുന്നത്. എന്നിട്ട് ഇവിടെ മുറിഞ്ഞിട്ട് ഓക്സിജൻ ഇങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു രീതിയിൽ ഓസോണോലിസിസ് നടക്കുമല്ലോ. ഓസോണോലിസിസ് നടത്തി കഴിയുമ്പോൾ ഇവിടെ 2 ഡൈകീറ്റോൺ കിട്ടുന്ന ഒരു മോളിക്കൂൾ പോലെ നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ഒരു സാധനം. ഇത് മാത്രമുള്ള ഓപ്ഷൻ സിയിലല്ലേ ഉള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് ചാടിപ്പോവാലോ മക്കളെ. ഓക്കെ, മക്കളെ അടുത്ത ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. അടുത്ത ഇമ്പോർട്ടന്റ് ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഏതാ ചാപ്റ്റർ? കോർഡിനേഷൻ കെമിസ്ട്രി. ഓക്കെ, എ കോംപ്ലക്സ് ഓഫ് മെറ്റൽ Mn+ ഹാസ് ദ ഫോളോയിങ് ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ ഇൻ d ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ Mn+ന്റെ ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ തന്നേക്കുന്നത്. ന്യൂട്രൽ M ഹാസ് എ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർഗൻ 4s2 നമുക്ക് ഏതാ എലമെന്റ് എന്നൊന്ന് കണ്ടുപിടിക്കേണ്ട. അവർ തന്നിട്ടുണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ എന്തായാലും. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോംപ്ലക്സ് കൺസിസ്റ്റന്റ് വിത്ത് ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് Mn+. ഓക്കെ, അപ്പോൾ നമുക്ക് Mn+ന്റെ ഏതാ കോംപ്ലക്സ് എന്ന് കണ്ടുപിടിക്കണം. അവർ തന്നേക്കുന്ന Mn+ന്റെ എമ്മിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. അതിന്റെ Mn+ ആയിരിക്കുമ്പോൾ കോംപ്ലക്സിനകത്ത് Mn+ന്റെ ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട് d ഓർബിറ്റൽ. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് ആദ്യം കുറച്ച് മനസ്സിലാകാം, ഇത് T2G ലെവലും ഇത് EG ലെവലുമാണ്. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടിട്ട് അപ്പം എഴുതുക ഇതൊരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. എന്തായാലും ഇതൊരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. കാരണം ഇത് ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആയിരുന്നെങ്കിൽ താഴെ T2G താഴെ EG ആയിരുന്നു വരുന്നത്, T2G അല്ലേ വരുന്നത്. അപ്പൊ ഈ ഓപ്ഷൻ നോക്കുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ടെട്രാഹെഡ്രൽ ഉണ്ട്? ഇല്ല. അയ്യോ,
നമുക്ക് ആദ്യം പറഞ്ഞ കാര്യം കൊണ്ട് നമുക്ക് എന്തായാലും ഉത്തരത്തിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് നോക്കുക, ഇത് എന്തായാലും ടെട്രാഹെഡ്രലാണ് നമുക്ക് മനസ്സിലായി. കാരണം ടെട്രാഹെഡ്രലല്ല, കാരണം ടെട്രാഹെഡ്രലാണ് ഈജി ആയിട്ട് വന്നതിന് ഒരു ഓപ്ഷനിൽ ടെട്രാഹെഡ്രൽ ഇല്ലതാനും. അപ്പൊ നമ്മൾ ആദ്യത്തെ അറിവ് കൊണ്ട് നമ്മൾ പണി പാളി. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് കിട്ടാവുന്ന രണ്ടാമത്തെ അറിവ് ശേഖരിക്കാൻ നോക്കണം. രണ്ടാമത്തെ അറിവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതങ്ങോട്ട് നോക്കി കഴിയുമ്പോൾ ഇതിനകത്തൊന്നും ഇലക്ട്രോൺ പെയറിങ് നടന്നിട്ടില്ല. ഇലക്ട്രോൺ പെയറിങ് നടക്കാത്ത ആരൊക്കെ? ഹൈ സ്പിൻ കോംപ്ലക്സസ് ഉണ്ടാക്കുന്ന വീക്ക് ലിഗാൻസിനല്ലേ. ഓക്കെ, ഇനി ഓപ്ഷനകത്തോണ്ട് നോക്കും. ഓപ്ഷൻ CN. ഇതെന്തായാലും അല്ലേ, ഇവനാണ് ഏറ്റവും വലിയ സ്ട്രോങ് ലിഗൻഡ്. അപ്പൊ ഇവൻ എന്തായാലും CN ഇവിടെ ഇതില്ല. അപ്പൊ ഇവന്മാരിൽ രണ്ടുപേരിൽ ഏതെങ്കിലും ഒരാൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ശരിക്കും ഇതെന്താണ്? D5 സിസ്റ്റം അല്ലേ മക്കളെ? ഇതൊരു D5 സിസ്റ്റം ആണല്ലോ. കാരണം ഇലക്ട്രോൺ നോക്കും 1 2 3 4 5, ഇതൊരു D5 സിസ്റ്റം ആണല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഇവന്മാരിൽ രണ്ടുപേരിൽ എമ്മിന്റെ ചാർജ് കണ്ടുപിടിച്ചിട്ട് ഏതിനാണ് D5 സിസ്റ്റം വരുന്നത് അവനായിരിക്കുമല്ലോ ഉത്തരം. ഓക്കെ, അപ്പൊ എമ്മിന്റെ ചാർജിന് അത് കണ്ടുപിടിക്കാം എന്ന് പറയുമ്പോൾ x - 6 - 3 എന്ന് പറയുമ്പോൾ x+3 m x+3 ഇവിടെ എന്ന് പറയുമ്പോൾ x - 6 = -4 x +2 എന്ന് പറഞ്ഞാൽ mn+3 ആവാം. mn എന്ന് പറയുന്ന m+3 ആവാം, m+2 ആവാം. അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് +3 എടുക്കുമ്പോൾ എങ്ങനെ? ഗ്രൗണ്ട് സ്റ്റേറ്റ് നമുക്കറിയാലോ. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ അവർ തന്നേക്കുന്നത് എങ്ങനെ? ഗ്രൗണ്ട് സ്റ്റേറ്റ് നമുക്കെന്ന് പറയുമ്പോൾ 4s2 3d6. ഇനി ഈ m2 +2 ആണെങ്കിൽ ഈ 4s2 അങ്ങ് പോയിട്ട് ഇത് D6 സിസ്റ്റം അല്ലേ ആവുന്നത്. അപ്പൊ എന്തായാലും ഇതല്ല ഉത്തരവ് നമുക്ക് മനസ്സിലായി. ഏത് 4+ വരുന്ന ഇവനല്ല ഉത്തരവെന്ന് മനസ്സിലായി, കാരണം അത് D6 സിസ്റ്റം. ഇനി +3 വരുമ്പോൾ ഈ 4s2 പോയി ഇവിടെ ഒന്നും ഒരു ഇത് പോവല്ലോ. ഈ 6 എന്നൊരു ഇലക്ട്രോണും കൂടെ പോയിട്ട് അത് 5 ആവും. അങ്ങനെ പറയുമ്പോൾ 3d5 എന്ന് പറയുമ്പോൾ D5 സിസ്റ്റം അല്ലേ. അങ്ങനെ പറയുമ്പോൾ ഓപ്ഷൻ B അല്ലേ ഇതിനകത്ത് പ്രോപ്പറായിട്ട് ഉത്തരം വരുന്നത്. മക്കളെ, നമ്മള് 23ാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിച്ച് എങ്ങനെയാണ് വരുന്നതെന്ന് ഒന്നുകൂടെ പറയാൻ ഞാൻ. ഇത് 5 D5 സിസ്റ്റം ആണെന്ന് നമുക്ക് ഇത് മനസ്സിലായി. ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ കണ്ടപ്പോൾ ഇത് D2G ആണ് താഴെ വരുന്നത്, EG ആണ് മുകളിൽ വരുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒക്ടാഹെഡ്രലാണെന്ന് കണ്ടുപിടിച്ചു. പെയറിങ് നടക്കാത്തതുകൊണ്ട് വീക്ക് ലിഗാൻഡാണെന്ന് മനസ്സിലാക്കി. അപ്പോഴേ നമുക്ക് ഈ ഓപ്ഷൻ D കളഞ്ഞു നോക്കി. പിന്നെ ഫ്ലൂറിൻ എന്ന് പറയുന്ന ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയിട്ട് Bയും Cയിലും നമ്മൾ എടുത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചു. അങ്ങനെ എടുക്കുമ്പോൾ Bയിലെയും Cയിലെയും നമ്മൾ എമ്മിൻ്റെ അകത്തെ ചാർജ് കണ്ടുപിടിച്ചു. എമ്മിൻ്റെ അകത്ത് ചാർജ് എടുക്കുമ്പോൾ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് തന്നുകൊണ്ട് അവിടെ നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇറങ്ങിപ്പോടാ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏത് നമ്പർ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള D സിസ്റ്റം ആണ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തി D5 സിസ്റ്റം കാണിക്കുന്ന B മാത്രമേ ഉള്ളൂ മക്കളെ. അപ്പൊ നമുക്ക് 24ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 24ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഐഡന്റിഫൈ ദ കോംപ്ലക്സ് ദാറ്റ് ക്യാൻ എക്സിസ്റ്റ് ആസ് എ പെയർ ഓഫ് ഇനാൻഷ്യോമസ്. ഈ കൂട്ടത്തില് ഈ 4 പേരിൽ ആരാണ് ഒരു പെയർ ഓഫ് ഇനാൻഷ്യോമസ് ആയിട്ട് നിൽക്കാൻ കഴിവുള്ള കോംപ്ലക്സസ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനാൻഷ്യോമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനാൻഷ്യോമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഉള്ളവരല്ലേ അല്ലേ? ആ എനാൻഷ്യോമസ് ആയിരിക്കണമെന്ന് ഉണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസും ഉണ്ട്. അവർക്ക് പ്ലെയിൻ ഓഫ് സിമട്രിയും കാണരുത്, അതേപോലെ സെന്റർ ഓഫ് ഇൻവേർഷനും കാണരുത്, അതേപോലെ തന്നെ അവർ കൈറാലുമായിരിക്കണം. എങ്കിലേ ഇവരെ ഇനാൻഷ്യോമേഴ്സ് പെയർ ഒരു കോംപ്ലക്സ് കാണിക്കുമെന്ന് പറയാൻ പറ്റൂ. ഇത് മക്കളെ, ഇത് സ്റ്റീരിയോ കെമിസ്ട്രിയിൽ നമ്മൾ ഹാലോ ആൽക്കീൻസിന്റെ ഹാലോ അലൈൻസിലെ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ഭാഗത്തിൽ പഠിക്കുന്ന കാര്യങ്ങളല്ല ഇത്. വ്യക്തമല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മക്കൾക്ക്? ഓക്കെ, ഇനി നമുക്ക് ഈ കോംപ്ലക്സസിൽ ഈ 4 കോംപ്ലക്സസിൽ ആരൊക്കെയാണ് ഇത് കാണിക്കുന്നത് എന്നാണ് അറിയേണ്ടത്. നമുക്ക് നോക്കാലോ ആരൊക്കെ കാണിക്കുന്നതെന്ന്. ഓക്കെ, നമുക്കപ്പോൾ ഈ എ ഞാൻ വിട്ടിട്ട് ബാക്കി ബിയും സിയും ഡിയും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണേ. അപ്പൊ ബി നോക്കുമ്പോൾ ബിയിൽ അവർ പറഞ്ഞിട്ടുണ്ട് ട്രാൻസ് എന്ന് തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മക്കളെ, ഒരു ട്രാൻസ് തന്നിട്ടുണ്ടെങ്കിൽ, ട്രാൻസ് എന്ന് പറഞ്ഞ ഐസോമർ തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു സിസ് ഐസോമേഴ്സ് കാണത്തില്ലേ? അപ്പൊ എന്താണ് നമുക്കറിയാലോ, ഈ ട്രാൻസ് സിസ് ഐസോമേഴ്സിനൊക്കെ എന്താണ്
പ്ലെയിൻ ഓഫ് സിമെട്രിയും ഉണ്ട്, അതേപോലെ തന്നെ അവരെല്ലാം അക്കൈറാലുമാണ്. അവർക്ക് പ്ലെയിൻ ഓഫ് സിമെട്രിയും ഉണ്ട്, അക്കൈറാലുമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഈ രണ്ട് കണ്ടീഷൻ എന്തായാലും എനാൻഷ്യോമേഴ്സിനെ കാണിക്കുന്ന ഒരു കണ്ടീഷൻ അല്ല. അതുകൊണ്ട് എന്തായാലും ഈ വരും എന്തായാലും അല്ല എന്ന് മനസ്സിലാക്കാം. ഇനി സി പാർട്ട് എടുക്കുമ്പോൾ അത് CONH34 Cl2 പ്ലസ് എന്ന് പറഞ്ഞ കോംപ്ലക്സ് അല്ലേ എന്ന് പറഞ്ഞാൽ അത് MA4B2 C പ്ലസ് എന്ന് പറഞ്ഞ MA4B2 പ്ലസ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോർമുലയിൽ ഇരിക്കുന്ന പോലത്തെ കോമ്പൗണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? MA4B2 നമുക്കറിയാലോ, സിക്സും ട്രാൻസും കാണിക്കുന്നവരല്ലേ MA4B2. MA3B3 വന്ന ഫാക്കമർ ഇതെല്ലാം നമുക്കറിയാലോ, ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല ഇനി. അപ്പൊ MA4B2 വരുന്നുണ്ടെങ്കിൽ അവനൊരു സിസ് ഐസോമറും അവനൊരു ട്രാൻസ് ഐസോമേഴ്സും കാണിക്കും. ഈ സിസ് ഐസോമേഴ്സിനും ട്രാൻസ് ഐസോമേഴ്സിനും ബിയുടെ ഓപ്ഷനിൽ എന്ന പോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിന്റെ പ്ലെയിൻ ഓഫ് സിമെട്രിയും ഉണ്ട്, അതേപോലെ തന്നെ അത് അക്കൈറാലും ഉണ്ട്. അതുകൊണ്ട് സി ഓപ്ഷനും എന്തുകൊണ്ടും ഇനാൻഷ്യോമേഴ്സ് പെയർ ഓഫ് ഇനാൻഷ്യോമേഴ്സ് കാണിക്കാൻ ആ കോംപ്ലക്സും പറ്റില്ല. ഇനി ഡി ഓപ്ഷനിലെ കോംപ്ലക്സ് നോക്കിയാൽ CO ഫോസ്ഫറസ് C2H5 2 times ClBr. ഇത് കാണുമ്പോൾ നമുക്കറിയത്തില്ല, ഇതൊരു സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സ് ആണ്. ഈ സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സിന് എന്താ? പ്ലെയിൻ ഓഫ് സിമെട്രിയും ഉണ്ട്, അക്കൈറാലുമാണ്. അതുകൊണ്ട് ഇവന്മാരും അതേപോലെ തന്നെ എനാൻഷ്യോമേഴ്സ് വേസ് ഉണ്ടാക്കുമോ? ഇല്ല, ഇവന്മാരും ആ ടൈപ്പ് സ്റ്റീരിയോ ഐസോമേഴ്സും കാണിക്കത്തില്ല. അപ്പൊ ഇവനുമല്ല. ഇനി നമുക്ക് അപ്പൊ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തി. ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ഒന്ന് കാണിക്കാം. ഓപ്ഷൻ എ എന്താണ്? കൊബാൾട്ട് സെൻട്രൽ ആറ്റം വന്നിട്ടുള്ള H2N CH2 NH2 എന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലായി ഈഥൈൽ ഡയമീൻ ആണ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് എ നമുക്ക് ഇങ്ങനെ എഴുതാലോ, En3 എത്ര മക്കളെ ചാർജ് 3+ എന്ന് എഴുതാലോ. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഞാൻ N എന്ന് പറഞ്ഞ് അതിനെ എഴുതുന്നുള്ളൂ മക്കളെ കേട്ടോ. സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഇങ്ങനൊരു രീതിയിൽ ഇതാകാം, ഇങ്ങനൊരു രീതിയിൽ 3 രീതിയിൽ അതിൻ്റെ 3 ലിഗാനുള്ള ലിഗാൻ്റെ കണക്ഷൻ ഇങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ ഈ ഒരു കോമ്പൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇതിന് പ്ലെയിൻ ഓഫ് സിമെട്രിയോ അതേപോലെ തന്നെ സെന്റർ ഓഫ് ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ഈ 2 കാര്യങ്ങളില്ല. അതേപോലെ തന്നെ ഇവൻ ഒന്നാന്തരം കൈറാൽ കോമ്പൗണ്ടുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പൗണ്ട് COEN3 3+ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് 100% നമുക്കറിയാലോ പെയർ ഓഫ് എനാൻഷ്യോമേഴ്സ് ഷോ ചെയ്യും. മനസ്സിലായല്ലോ, ഇത് ഷോ ചെയ്യും. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഉത്തരവെന്ന് നമുക്ക് മനസ്സിലല്ലോ. ഇനി നമുക്ക് 25ാമത്തെ ചോദ്യത്തിലേക്ക് ചാടി പോവാലോ. ഓക്കെ, 25ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇത് നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രിയിലെ തന്നെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോംപ്ലക്സ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി എ കളേർഡ് വൺ? ഓക്കെ, അപ്പൊ ഈ 4 കോംപ്ലക്സിലെ ഏത് കോംപ്ലക്സ് ആണ് കളേർഡ് എന്നറിയണം മക്കളെ. കളേർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം DD ട്രാൻസിഷൻ ഉണ്ടായാലേ ആ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിലെ കോംപ്ലക്സിന് DD ട്രാൻസിഷൻ സംഭവിക്കുവാണെങ്കിൽ മാത്രമേ അതിന് കളർ ഉണ്ടാവൂ. ഓക്കെ, കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ കളർ ഉണ്ടാകണമെങ്കിൽ അവിടെ DD ട്രാൻസിഷൻ നടക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓരോ എണ്ണത്തിൻ്റെ എന്താണ് DD ട്രാൻസിഷൻ നടന്നാലേ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ കളർ ഉണ്ടാകും. അപ്പോൾ ഓരോരുത്തരും നമുക്കൊന്ന് നോക്കാം, ഓരോ മോളിക്യൂളായിട്ട് എടുത്ത് നോക്കാം. ഓരോ ആദ്യത്തെ AlH2O6 3+. അപ്പോൾ ഇവിടുത്തെ അലൂമിനിയത്തിൻ്റെ ചാർജ് 3+ അല്ലേ? Al3+ എന്ന് പറഞ്ഞാൽ നിയോൺ അല്ലേ? നിയോണകത്ത് എവിടെയാണ് D സിസ്റ്റം ഉള്ളത്? അതെന്തായാലും കളേർഡ് കോംപ്ലക്സ് കാണിക്കില്ല, അത് ഒരിക്കലും കാണിക്കത്തില്ല. കാരണം നിയോൺ Al3+ എന്ന് പറഞ്ഞാൽ നിയോണിൻ്റെ അതേ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കാണിക്കുന്ന ആ സാധനം എങ്ങനെ അവിടെ ട്രാൻസിഷൻ നടക്കുന്ന മക്കളെ? അപ്പൊ അത് കാണിക്കത്തില്ലോ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് തെറ്റാണ്, മനസ്സിലായല്ലോ. ഇനി ബിയുടെ കേസ് വന്നാൽ ബിയുടെ ചാർജ് എന്ന് പറഞ്ഞാൽ Zn+2 ആണ്. Zn+2 എന്ന് പറഞ്ഞാൽ D10 സിസ്റ്റം അല്ലേ? അത് അവിടെ നിൽക്കട്ടെ. സിയും അതേപോലെ നോക്കുമ്പോൾ
Na+2 അല്ലേ സെൻട്രൽ ആറ്റത്തിന്റെ ചാർജ്. Na+2 എന്ന് പറയുമ്പോൾ അത് D8 സിസ്റ്റം എന്ന് പറഞ്ഞാൽ 28 ഇതിൻ്റെ ഇത്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് 4s2 3d8 എന്ന് പറയും. 2 ഇലക്ട്രോൺ അങ്ങനെ പോയി Na+2 ആകുമ്പോൾ D8 സിസ്റ്റം ആവും. അതേപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ ഇത് Mg+2 അല്ലേ എൻ്റെ ചാർജ്. ഇതും നിയോണ്ട് അതേ ഇതല്ലേ, നിയോണ്ട് അതേ കോൺഫിഗറേഷൻ അല്ലേ വരുന്നത്. അതുകൊണ്ട് ഇവനും കാണിക്കുന്നത്, കാരണം ഇതിനകത്ത് ഡി ട്രാൻസിഷൻ ഇല്ല. ഇനി ഈ Zn+2 എടുത്ത് നോക്കുമ്പോൾ അവിടെ D10 സിസ്റ്റവും Na+2 എടുക്കുമ്പോൾ അവിടെ D8 സിസ്റ്റവുമാണുള്ളത്. മക്കളെ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ D10 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫിൽഡും അതേപോലെ തന്നെ ഈ D8 എന്ന് പറഞ്ഞാൽ അത് പാർഷ്യലി ഫിൽഡുമാണ്. മക്കളെ നിങ്ങളൊന്ന് ആലോചിക്കോ, ഒരു വീട്ടിൽ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ എന്നും സന്തോഷം, ഭാര്യയും ഭർത്താവും വഴക്കില്ല, ഒതുന്നൂരിൽ എല്ലാവർക്കും ഓണം, വലിയ തമ്പൂര് വെക്കും, വീടാണ് ഈ വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അവിടെ എല്ലാവർക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഭർത്താവിനോട് വഴക്കിട്ടെന്ന് പറഞ്ഞിട്ട് ഭാര്യ ഇറങ്ങി ഭാര്യയുടെ വീട്ടിൽ പോകും. അങ്ങനെ മുതൽ ഭയങ്കര സന്തോഷമുള്ളൊരു കുടുംബം. അതുപോലെയാണ് ഈ കംപ്ലീറ്റ്ലി ഫിൽഡ് എന്ന് പറഞ്ഞാൽ. ഇനി D8 സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ ഇച്ചിരി വഴക്കൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന ഒരു ഇച്ചിരി വഴക്കും അല്ലെങ്കിൽ ഒരു ഇച്ചിരി തട്ടിമുട്ടിയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാ. അപ്പം D8 കംപ്ലീറ്റ്ലി ഫിൽഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കംപ്ലീറ്റ്ലി സെറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഇതിലോട് അവിടെ പിന്നെ എവിടെ മക്കളെ ഈ വഴക്കെന്നുള്ള പറയുന്ന പോലെ D8 ട്രാൻസിഷൻ നടക്കുന്നത്. ഈ D8 സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ കംപ്ലീറ്റ്ലി അല്ല ഫിൽഡ് ഇലക്ട്രോൺസ്, അവിടെ പാർഷ്യലി ആണ് ഫിൽഡ് ഇലക്ട്രോൺ. അതുകൊണ്ട് അവിടെ D8 ട്രാൻസിഷൻ നടക്കാൻ 100% സാധ്യതയുണ്ട്. അപ്പോൾ D8 ട്രാൻസിഷൻ ഉറപ്പായിട്ടും D10 സിസ്റ്റത്തിലും കാണിക്കത്തില്ല. D8 സിസ്റ്റമുള്ള Na+2 സെൻട്രൽ ആയിട്ട് വരുന്ന NaH2O6 എന്ന് പറഞ്ഞ കോംപ്ലക്സിൽ കളേർഡ് കോംപ്ലക്സ് ആയിട്ട് കാണിക്കും. കംപ്ലീറ്റ്ലി ഫിൽഡിനകത്ത് കളർലെസ് ആയിട്ടായിരിക്കും അത് അപ്പിയർ ചെയ്യുന്നത്. പക്ഷേ പാർഷ്യലി ഫിൽഡ് ആയിട്ട് വരുമ്പോൾ അത് കളേർഡ് ആയിട്ട് അപ്പിയർ ചെയ്യും. ഓക്കെ അല്ലേ? 26ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഞാൻ പേഴ്സണലി പറയാം, ഇത് 10ാം ക്ലാസ്സിലെ കൺസെപ്റ്റ് മതി. ഇതിന് വേറെ കൺസെപ്റ്റ് നമ്മൾ +1 +2 കൺസെപ്റ്റ് ഒന്നും വലുതായിട്ടൊന്നും ഉപയോഗിച്ചുകൊണ്ട് 10ാം ക്ലാസ്സിലെ കൺസെപ്റ്റ്. പക്ഷേ ഇത് നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഞാൻ തെറ്റിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഭയങ്കര പ്രയാസമുള്ള ഒരു സാധനം കഷ്ടപ്പെട്ട് പഠിച്ചാൽ അത് നമ്മുടെ ഉള്ളിൽ അങ്ങ് നിൽക്കും. എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് നമ്മൾ ഒരു ഇച്ചിരി സമയം ഇത് ഭയങ്കര പാടുള്ള സാധനമാണ് എന്ന് പറഞ്ഞ് ഒക്കെ ഉള്ളൊരു മുൻധാരണയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ പഠിച്ച പിന്നെ മറക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ തിരിച്ച് നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യം, ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അലക്ഷ്യമായി തെറ്റുവരുത്തുന്നതും നമ്മൾക്ക് എന്താണ് പറഞ്ഞത് വളരെ നമ്മൾ ഹറിബറിയെന്നൊക്കെ ചേട്ടൻ അല്ലെങ്കിൽ നമ്മുടെ ഓവർ കോൺഫിഡൻസ് കാരണം തെറ്റുവരുന്നത്. ഓവർ കോൺഫിഡൻസ് ഒരു പരിധിവരെ നല്ലതാണ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അങ്ങ് പോവല്ലേ. ഓക്കെ, അപ്പോൾ അതുപോലെ ഈ ഒരു 10ാം ക്ലാസ്സിലെ കൺസെപ്റ്റ് മതി ചെയ്യാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പടപടയെന്ന് വല്ലതും ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓവറായിട്ട് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നതിൻ്റെ എല്ലാം ബേസിൽ നിങ്ങൾക്ക് തെറ്റിപ്പോവാം. തെറ്റല്ല എൻ്റെ മക്കള്. അത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഡെൻസിറ്റി ഓഫ് 3 molar സൊല്യൂഷൻ ഓഫ് NaCl ഈസ് 1.25. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് വാട്ടർ റിക്വയർഡ് ടു മേക്ക് 1000 ml ഓഫ് ദിസ് NaCl സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ NaCl സൊല്യൂഷൻ ഉണ്ട്. അതിൻ്റെ ഡെൻസിറ്റി 3 molar ആണ് എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ 3 molar സൊല്യൂഷൻ ഓഫ് NaClൻ്റെ ഡെൻസിറ്റി 1.25 ആണ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് എത്ര വെള്ളം ഒഴിച്ചാൽ 1000 ml ഓഫ് NaCl എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി ഉപ്പ് വെള്ളം ഉണ്ടാക്കുന്നത്. അപ്പോൾ എത്ര വെള്ളം ഒഴിച്ചാൽ ഈ 1000 ml NaCl സൊല്യൂഷൻ ഉണ്ടാക്കാവുന്നതാണ് നമ്മുടെ ചോദ്യം. അതിൻ്റെ മൊളാരിറ്റി തന്നിട്ടുണ്ട് ഒരു 3 ml. അപ്പം നമുക്ക് ഒരു കാര്യം അറിയാമല്ലോ മക്കളെ, weight of solution is equal to weight of solute plus weight of solvent അല്ലേ? ആണല്ലോ. അപ്പോൾ ഈ വെയിറ്റ് ഓഫ് എ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പം മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അപ്പോൾ ഈ മാസിന് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെയിറ്റ് തന്നെയാണ്. അപ്പം ഇങ്ങനെ ചെയ്താൽ ഈ ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ്റെ വോളിയം ഓഫ് സൊല്യൂഷനും കൂടെ ചെയ്താൽ നമുക്ക് വെയിറ്റ് ഓഫ് സൊല്യൂഷൻ കിട്ടിയില്ലേ? അപ്പോൾ അങ്ങനെ അത് എഴുതാം. ഇനി വെയിറ്റ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൊളാരിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. മൊളാരിറ്റിയെ മോളിക്കുലാർ മാസ് ഓഫ് NaCl വെച്ച് ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വെയിറ്റ് ഓഫ് സൊല്യൂട്ടും കിട്ടില്ലേ? ഇനി അതേപോലെ തന്നെ വെയിറ്റ് ഓഫ് സോൾവെന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതേപോലെ തന്നെ ഡെൻസിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് സോൾവെന്റ് ഇൻറ്റു
വോളിയം ഓഫ് സോൾവെന്റ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വോളിയം ഓഫ് സോൾവെന്റ്. ഈ സാധനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ സാധനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് കിട്ടാവുന്നല്ലേ ഉള്ളൂ. ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ 1.25, വോളിയം ഓഫ് സൊല്യൂഷൻ 1000 ml is equal to molarity 3. ഇനി മോളിക്കുലർ മാസ് ഓഫ് NaCl 58.5 പ്ലസ് ഡെൻസിറ്റി ഓഫ് സോൾവെന്റ് 1 into V. അങ്ങനെ പറയുമ്പോൾ V is equal to 1250 മൈനസ് 3 into 58.5 എന്ന് പറയുമ്പോൾ അത് വരുന്നത് 1074.5 ml എന്നാണ് അത് വരുന്ന ഓപ്ഷൻ എ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? അത്രേ ഉള്ളല്ലോ, ഒന്നുമില്ലല്ലോ, കൺഫ്യൂഷൻ ആവാൻ ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് 27ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ ഇത് തെറ്റിക്കല്ലേ, ഒരു കുറച്ച് ഇതായിട്ടുള്ള ചോദ്യമായിരുന്നു കേട്ടോ, സിമ്പിളായിരുന്നു. ഈ ഒരു ചോദ്യം നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ് ഒളിഞ്ഞ് നടക്കുന്ന ഒരു ചോദ്യമാണ്. നല്ല മനോഹരമായിട്ടുള്ള കൺസെപ്റ്റ്. ഈ ക്വസ്റ്റ്യന് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം, എന്ത് രസമുള്ളൊരു കൺസെപ്റ്റാണ് നമുക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇലക്ട്രിക് കറണ്ട് വാസ് പാസ്ഡ് ത്രൂ ആൻ aqueous സൊല്യൂഷൻ ഓഫ് CuSO4 യൂസിങ് 2 platinum electrode. എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫൈഡ് സൊല്യൂഷനകത്തോട്ട് ഇലക്ട്രിക് കറണ്ട് പ്ലാറ്റിനം ഇലക്ട്രോണിന്റെ സഹായത്തോടെ നമ്മൾ എന്ത് ചെയ്തു? കടത്തി വിട്ടു. ആഫ്റ്റർ സം ടൈം ദ ബ്ലൂ കളർ ഓഫ് സൊല്യൂഷൻ ഡിസപ്പേർഡ് അലോങ് വിത്ത് എവല്യൂഷൻ ഓഫ് ഓക്സിജൻ ഗ്യാസ്. ഓക്സിജൻ ഗ്യാസ് വെളിയിലോട്ട് പോകുന്നതിൻ്റെ കൂടെ തന്നെ ഈ ബ്ലൂ കളർ ഓഫ് സൊല്യൂഷൻ കോപ്പർ സൾഫൈഡിനെ നഷ്ടപ്പെട്ടു. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ റിസൾട്ട് കറക്റ്റ് റിഗാർഡിംഗ് ദ റിസൾട്ടന്റ് സൊല്യൂഷൻ ഇതായിട്ട് ഏതാണ്? എന്തുകൊണ്ടാണ് എന്താ ഈ സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് എന്ന് നോക്കണം. അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന് നമുക്ക് Cu2+ സൾഫേറ്റ് SO4 2- എഴുതാലോ. Cu2+ കാരണമാണല്ലോ ഡ്യൂ ടു ദീസ് ബ്ലൂ കളേർഡ് ആകുന്നത്. കോപ്പർ സൾഫേറ്റ് എന്തുകൊണ്ടാണ് ബ്ലൂ കളേർഡ് ആയെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം CO2+ അയോൺ കാരണമാണ്. ഇനി ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനകത്ത് ബ്രേക്ക് ചെയ്യണേ, ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ബ്രേക്ക് ചെയ്യണം വായിച്ചിട്ട്. അപ്പൊ അതിനകത്ത് പറഞ്ഞു O2 ഗ്യാസിന്റെ എവല്യൂഷൻ ഉണ്ട്. ഈ O2 ഗ്യാസ് എവിടെ നമുക്കുള്ള വരുന്നത്? ഇതിനകത്ത് അക്വസ് സൊല്യൂഷൻ അല്ലേ പറഞ്ഞേക്കുന്നത്. അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം, പാനീയം, വെള്ളം. അപ്പൊ H+, അപ്പോ ഈ H+ അല്ലെ OH- ആ ഒരു വെള്ളം മോളിക്കൂളിൽ നിന്നാണ് ഈ ഓക്സിജൻ ഇവോല്യൂഷൻ നടക്കുന്നത്. അപ്പൊ അതിന്റെ ബാലൻസ്ഡ് റിയാക്ഷൻ എഴുതുമ്പോൾ 4OH- gives O2 പ്ലസ് 2H2O പ്ലസ് ഇവിടെ വരുമ്പോൾ 4 ഇലക്ട്രോൺ അല്ലേ. ഇങ്ങനെയാണ് അതിന്റെ ബാലൻസ്ഡ് റിയാക്ഷൻ എഴുതുമ്പോൾ വരുന്നത്. ഇങ്ങനെയാണ്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഇതിന്റെ ബാലൻസ്ഡ് റിയാക്ഷൻ എഴുതുമ്പോൾ വരുന്നത്. ഇനി ബാലൻസ്ഡ് റിയാക്ഷൻ എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഓക്സിജൻ ഇങ്ങനെ എവോൾവ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. അങ്ങനെ വരുമ്പോൾ ഈ OH- കോൺസെൻട്രേഷൻ ഇതിന്റെ തൽഫലമായിട്ട് കുറയും. ഈ OH- എന്താണ് മക്കളെ? ഒരു ബേസ് അല്ലേ. അപ്പൊ അതിന്റെ ബേസിസിറ്റി കുറയും. കുറയുവാണെങ്കിൽ അത് ആസിഡിക് ഒരു രീതിയിലോട്ടാക്കും. അസിഡിക് രീതിയിൽ വരുമ്പോൾ നമ്മൾ pH സ്കെയിൽ എടുത്ത് നോക്കിയാൽ 7 എന്ന് പറയുമ്പോൾ ന്യൂട്രലിന്, 7 ഇങ്ങോട്ട് പോയ ആസിഡും 7ന്റെ അപ്പുറത്തോട്ട് പോയ ബേസും അല്ലേ എന്ന് പറയുമ്പോൾ pH എന്തായാലും 7 താഴെ ആവും. കാരണം എന്താ? ബേസിസിറ്റി കുറയുന്നുണ്ട്. അങ്ങനെ വരുന്നൊരു ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി അല്ലേ. എന്ത് നല്ല മനോഹരമായിട്ടുള്ള ഒരു കൺസെപ്റ്റാ എന്ന് പറഞ്ഞാൽ OH- വെള്ളത്തിനകത്തുനിന്ന് OH- ഒക്കെയാണ് കാരണം വന്ന ഓക്സിജൻ എവല്യൂഷന്. അപ്പോൾ ആ ഒരു ബാലൻസ്ഡ് റിയാക്ഷൻ എഴുതുമ്പോൾ നമുക്ക് ഈ ഓക്സിജൻ ഇങ്ങനെ ഈ ബാലൻസ്ഡ് റിയാക്ഷൻ അറിയത്തില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റിലേക്ക് പോയി. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് വെച്ചു എന്നാൽ നിങ്ങൾക്ക് ക്വസ്റ്റിലേക്ക് പോകും. കാരണം ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്ന OH- എന്താ? നമ്മുടെ ഇതല്ലേ, ബേസ് അല്ലേ. അപ്പോൾ O2 കൂടുന്തോറും OH- കോൺസെൻട്രേഷൻ കുറയും. ആസ് എ റിസൾട്ട് അതിന്റെ ബേസിസിറ്റിയും കുറയും. അങ്ങനെ ആകുമ്പോൾ pH 7 പോകും. ഇതിന്റെ ആകെ മൊത്തം റിസൾട്ടന്റ് സൊല്യൂഷൻ അല്ലേ. റിസൾട്ടന്റ് സൊല്യൂഷൻ അസിഡിക് ആയിട്ട് മാറും ബേസിസിറ്റി പറഞ്ഞിട്ട് അല്ലേ. ഓക്കെ അല്ലേ? അടുത്ത 28ാമത്തെ ക്വസ്റ്റിലേക്ക് പോലോ. ഒന്നും ഇല്ലല്ലോ, വേറെ ഒരു ഭാഗം ഇല്ലല്ലോ, ഒരു സംശയം ഇല്ലല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ, 28ാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. 28ാമത്തെ ക്വസ്റ്റ്യൻ കൈനറ്റിക്സ് ആണ്. കൈനറ്റിക്സിൽ നിന്നാണ്. റിയാക്ടന്റ് R gives an
different products PR is equal to R 1, 2, 3 N in N parallel first order reaction. Mark ചെയ്ത് വെച്ചോ, first order reaction. And rate constant for the formation of any product PR is RK, where 1, 2, 3 N for the decay of R. What is the overall rate constant in terms of K? Okay, in terms of K. അപ്പോൾ ഇതിനാദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സാണ്. അതെല്ലാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഉപകാരപ്പെടും. ഇതൊരു ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇവിടെ തന്നെ അവർ പറയുന്നുണ്ട് പാരലൽ റിയാക്ഷൻ എന്താന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു സാധനം ബി ആകാം, സി ആകാം, ഡി ആകാം, ഇ ആകാം. എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു റിയാക്ടന്റ് ഡീകേ ചെയ്തിട്ട് ബി ആവാം, സി ആവാം, ഡി ആവാം, പലതും ആവാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതിപ്പോൾ K1 ആവാം, K2 ആവാം, K3 അതിൻ്റെ റേറ്റ് കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ അതുപോലെ നമ്മൾ പറഞ്ഞേക്കുക R എന്ന് പറഞ്ഞ റിയാക്ടന്റ് P1 ആകുന്നു, P2 ആകുന്നു, P3 ആകുന്നു, Pn ആകുന്നു. അപ്പൊ അതിൻ്റെ ഒക്കെ റേറ്റ് കോൺസ്റ്റന്റ് എത്ര? K1, K2, K3, Kn. അപ്പൊ ഇതിന്റെ ഓവറോൾ റേറ്റ് കോൺസ്റ്റന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻ ടേംസ് ഓഫ് K അല്ലെ? ഇൻ ടേംസ് ഓഫ് K യിലെ നമുക്ക് ഓവറോൾ ഈ ഒരു പാരലൽ റിയാക്ഷന്റെ ഓവറോള് എന്താണ്? ഓവറോള് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓവറോള് റേറ്റ് കോൺസ്റ്റന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഇൻ ടേംസ് ഓഫ് K അല്ലേ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത് സിംപിളി മാത്തമാറ്റിക്കലി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമുക്ക് ചെയ്യാം. എങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് R is equal to rate of formation of P1. അതേപോലെ തന്നെ ഇതിപ്പോൾ ഇക്വേഷൻ വേണമെന്ന് എഴുതിയിട്ട് ഇക്വേഷൻ 2 എഴുതാം. റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് R is equal to റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് P2. അതേപോലെ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് R is equal to റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് P3. ഇങ്ങനെ ഒരു ഇക്വേഷൻസ് വരെയൊക്കെ ഇതിയായിട്ട് ഒരു മാത്തമാറ്റിക്കൽ രീതിയിൽ ഇതിന് നമുക്ക് ഓവറോൾ റേറ്റ് കോൺസ്റ്റന്റിന്റെ കാര്യം എഴുതാം. പക്ഷേ ഇത് പല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും അതേപോലെ നമ്മുടെ മോക്കിലും കാര്യങ്ങളും എല്ലാം ഇതേ പല സിമിലർ ആയിട്ട് കുറച്ച് ചോദ്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഈ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിന് വേണമെങ്കിൽ നമ്മുടെ സമയലാഭം ഇത് ചെയ്യാനും അല്ലെങ്കിൽ ആ മാത്തമാറ്റിക്കൽ ഒരു ടച്ചിലേക്ക് കൂടുതൽ പോയി കോംപ്ലിക്കേറ്റഡ് ആവുന്നതിലും നല്ലത് ഐ ആം സജസ്റ്റിങ് യു ഗൈസ് ടു ജസ്റ്റ് ബൈ ഹാർട്ട് ദ ഇക്വേഷൻ. നമുക്കറിയാം ഇൻ ടേംസ് ഓഫ് ഇങ്ങനെ നമ്മൾ മാത്തമാറ്റിക്കലി അപ്പം മാത്തമാറ്റിക്കലി ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ എന്ന് പറഞ്ഞാൽ ഇപ്പം ഓവറോൾ റേറ്റ് കോൺസ്റ്റന്റ് നമ്മൾ കേട് ഇതിൽ കിട്ടുന്ന പറഞ്ഞാൽ നമുക്ക് എന്ത് വിളിക്കാം? ഓവറോൾ റേറ്റ് കോൺസ്റ്റന്റ് നമുക്ക് കിട്ടുന്ന കേട ടേംസിൽ n×n+1 എന്നാണ്. ഇങ്ങനെയാണ് അത് കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. മക്കളെ അത് മാത്തമാറ്റിക്കൽ ഞാൻ ഈ പറഞ്ഞ പോലെ പല ഇക്വേഷൻസ് ഉണ്ടാക്കിയിട്ട് മാത്തമാറ്റിക്കലി ചെയ്യാം. പക്ഷെ അതൊരു നമ്മുടെ സമയലാഭവും ഇതൊക്കെ ചെയ്യണം. പിന്നെ ഇത് ഫസ്റ്റ് ഓർഡർ എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് പല ആവർത്തി ചോദിച്ച ചോദ്യം കണ്ടുകൂടെ ഈ ഓപ്ഷൻ ബിയിലേക്ക് പോവാം. ഇത് ഞാൻ പറയും ഇതൊരു ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ കെമിസ്ട്രി എന്നതിൻ്റെ അപ്പുറത്ത് വേറൊരു മാത്തമാറ്റിക്കൽ അപ്രോച്ച് കൂടുതൽ കടന്നു വരുന്നുണ്ട്. ഞാൻ പറയും ഇതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് തീരെ ഇത് കിട്ടുന്നില്ലെങ്കിൽ ദ ബെറ്റർ ഓപ്ഷൻ ഈസ് ടു ജസ്റ്റ് സ്കിപ്പ് ദ ക്വസ്റ്റ്യൻ, ബിക്കോസ് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് മക്കൾ ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് 29ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ മക്കളെ. 29ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കൺസിഡർ എ ഹൈപ്പോത്തറ്റിക്കൽ കേസ് ഇൻ വിച്ച് ദ ചാർജ് ഓഫ് പ്രോട്ടോൺ ഈസ് ട്വൈസ് ആസ് ദാറ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ. എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെ ചാർജ് ഇലക്ട്രോണിന്റെ ചാർജിനേക്കാളും ഇലക്ട്രോണിന്റെ ചാർജിന്റെ ഇരട്ടിയാണ്. ഓക്കെ, യൂസിങ് ദിസ് ഹൈപ്പോത്തറ്റിക്കൽ കേസ് ഹൗ മെനി പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് വുഡ് എ ന്യൂട്രൽ 23 എന്ന ആറ്റം കണ്ടെയ്ൻ? ഓക്കെ,
ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? ന്യൂട്രൽ എന്ന് പറയുമ്പോൾ എന്തു അർത്ഥം നോക്കുന്നത്? ചാർജ് ഓഫ് പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു ചാർജ് ഓഫ് ഇലക്ട്രോൺ. അതാണല്ലോ ന്യൂട്രൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ ഇതിന്റെയൊക്കെ എണ്ണം കണ്ടുപിടിക്കണം അല്ലേ? എണ്ണം കണ്ടുപിടിക്കുന്ന എങ്ങനെ? നമുക്കത് 23 അല്ലേ? അപ്പൊ ഇതിനകത്ത് ന്യൂട്രോൺസിന്റെ അത് കണ്ടുപിടിക്കാം. ന്യൂട്രോൺസ് എന്ന് പറഞ്ഞാൽ 23 - 11 ഇസ് ഈക്വൽ ടു 12 അല്ലേ ന്യൂട്രോൺ. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് ഓപ്ഷൻ തെറ്റാ. ഇവിടുത്തെ പ്രോട്ടോൺ എന്താ? ഇവിടെ അല്ലേ, ഇതല്ലേ പ്രോട്ടോൺ. പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു 11. അപ്പോൾ ഈ BO CO DO ആയിരിക്കാം. നമുക്ക് മനസ്സിലായി BO CO DO ആയിരിക്കും. ഇത്രയും പേരെ കറക്റ്റ്. ഇനി അപ്പൊ ഇലക്ട്രോൺ കൂടെ കണ്ടുപിടിച്ചാലേ നമുക്ക് രക്ഷയുള്ളൂ. ഇലക്ട്രോൺ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ടാ? ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇരട്ടിയല്ലേ? അപ്പൊ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആയ 2 × 11 ഇസ് ഈക്വൽ ടു 22 അല്ലേ? ഉറപ്പായിട്ട് മാർക്ക് ചെയ്യാലോ. ഓപ്ഷൻ ഡി ആണെന്ന്. ഓപ്ഷൻ ഡി ആണെന്ന് മാർക്ക് ചെയ്യാലോ. ഓപ്ഷൻ ഡി ആണെന്ന് മാർക്ക് ചെയ്യാലോ. ഓപ്ഷൻ ഡി ആണെന്ന് മാർക്ക് ചെയ്യാലോ. കാരണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രോട്ടോൺ ചാർജിന്റെ ഇരട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് പ്രോട്ടോൺ നമ്പറിന്റെ ഇരട്ടിയായിരിക്കും ഇലക്ട്രോണിന്റെ ഇത്. നമുക്ക് ന്യൂട്രോൺ കണ്ടുപിടിച്ച് 23 - 11 വെച്ചിട്ട് ന്യൂട്രോൺ കണ്ടുപിടിച്ച് 12. ന്യൂട്രോൺ 12 കിട്ടി. അടിയിലുള്ള പ്രോട്ടോൺ ആണ് നമുക്കറിയാം. പ്രോട്ടോൺ കണ്ടുപിടിച്ചു. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെ ഇരട്ടിയായിരിക്കും. അപ്പോൾ ഇലക്ട്രോൺ നമ്മൾ കണ്ടു. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ കേസാണ്, അല്ലാതെ നടത്തുന്ന കാര്യമൊന്നുമില്ല. ഹൈപ്പോത്തറ്റിക്കൽ കേസ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? 21 നമ്മളെ സോഡിയത്തിന്റെ കാര്യമാണ് അടിച്ചു. അപ്പൊ 2017 ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 30ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അടിപൊളി കിട്ടി. ഇതൊരു തെർമോഡൈനാമിക്സിൽ ഡയറക്റ്റ് സിമ്പിൾ ഡയറക്റ്റ് ചോദ്യം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ റിവേഴ്സിബിൾ വർക്ക് ഡൺ ബൈ ആൻ ഐഡിയൽ ഗ്യാസ് ഇൻ 4 ഡിഫറെന്റ് പ്രോസസ്: ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, കോൺസ്റ്റന്റ് പ്രഷർ എക്സ്പാൻഷൻ, ഫ്രീ എക്സ്പാൻഷനിലെ ഇത് വർക്ക് ഡൺ. ഇപ്പൊ റൈറ്റ് ഓർഡർ ഓഫ് സീക്വൻസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വർക്ക്. അയ്യോ, ഇത് ഭയങ്കര ഡയറക്റ്റ് ചോദ്യമായിപ്പോയി. ഇതിനകത്തൊക്കെ കുറച്ച് എന്താ പറഞ്ഞ ഒന്നും ചെയ്യാനില്ല, വളരെ ഡയറക്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ അവർ ഐസോതെർമൽ എക്സ്പാൻഷനെ അവർ ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത് അതിന്റെ വർക്കിനെ ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത് WI-യും, അഡിയബാറ്റിക് ആകുമ്പോൾ അവർ ചെയ്തേക്കുന്നത് WA-യും, കോൺസ്റ്റന്റ് പ്രഷർ ആകുമ്പോൾ WP-യും, ഫ്രീ എക്സ്പാൻഷൻ ആകുമ്പോൾ അവർ WF-ഉം. മക്കളെ നമുക്കറിയാലോ, ഇത് നമുക്ക് ഒന്നും വേണ്ട, നമുക്ക് ആ ഗ്രാഫ് വെച്ചാൽ പറയാലോ. PV ഗ്രാഫ് എടുത്ത് നോക്കിയാൽ ഇങ്ങനെ ഒരു ഗ്രാഫ് NCERT ഇല്ലേ, ഇങ്ങനെ ഒരു ഗ്രാഫ് NCERT ഇല്ലേ, ഇങ്ങനെ ഒരു ഗ്രാഫ് NCERT ഇല്ലേ, ഇങ്ങനെ ഒരു ഗ്രാഫ് NCERT ഇല്ലേ എന്ന് പറഞ്ഞാൽ ഇത് ഐസോബാറിക് പ്രോസസ്സും ഇത് ഐസോതെർമൽ പ്രോസസ്സും ഇത് അഡിയബാറ്റിക് പ്രോസസ്സും കോൺസ്റ്റന്റ് വോളിയത്തിൽ നിൽക്കുന്നുണ്ട്. ഇത് ഐസോകോറിക് പ്രോസസ് ഒന്നും പഠിച്ചിട്ടില്ലേ? ഈ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ PV ഗ്രാഫ് അല്ലേ? അപ്പൊ ഈ 4 പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ ഏരിയ കവർ ചെയ്യുന്ന ആരാ? ഐസോബാറിക് അല്ലേ? കാരണം അവൻ ഇത്ര ഏരിയ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവനല്ലേ ഏറ്റവും ഇത്ര ഏരിയ കവർ ചെയ്യുന്നുണ്ട്. ഐസോബാറിക് അല്ലേ ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പൊ നമുക്ക് എഴുതാം എന്ത്? WP ആണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ട് ആരാ നോക്കാം? അത് കഴിഞ്ഞിട്ട് ഐസോതെർമൽ. കാരണം അവൻ ഇത്ര ഏരിയ കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ PV ഗ്രാഫ്. അപ്പൊ ഐസോതെർമൽ എന്ന് പറയുമ്പോൾ ഇത്ര ഇത് കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഏതാണ്? ഐസോതെർമലാണ്. ഇനി അതും കഴിഞ്ഞിട്ട് നോക്കുവാണെങ്കിലാണ് നമ്മുടെ അഡിയബാറ്റിക് വരുന്നത്. ഇത്ര ഏരിയ കവർ ചെയ്യും. ശരിക്കും ഐസോകോറിക്ക് ഇത് കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഇത് പറഞ്ഞേക്കുന്നത് നമ്മളോട് ഫ്രീ എക്സ്പാൻഷൻ വർക്കാണ്. അതുകൊണ്ട് മനുഷ്യനാണ് ഇങ്ങനെ വരുന്ന. ഇതേതാ ഓപ്ഷൻ? ഇതാ A ആണ്. ഓപ്ഷൻ B അല്ലേ? ഇങ്ങനെ വരുന്നത് ഇതുണ്ട്. ഇവിടൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് തെറ്റി പോവാം. ഐസോതെർമലും അഡിയബാറ്റിക്കും പിള്ളേരെ തെറ്റി പോകുന്നത്. അപ്പോൾ ഞാനത് ഓർത്തിരിക്കുന്ന പറഞ്ഞാൽ അഡിയബാറ്റിക് എന്ന് പറഞ്ഞാൽ അവൻ അടിയിൽ ഐസോതെർമലിൽ അടിയിൽ. ഞാൻ അങ്ങനെയാണ് ഓർത്തിരുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്.